അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ 40 ദിവസം അവിടുന്ന് ഉപവസിച്ചു. അതിനുശേഷം അവിടുന്ന് ശുശ്രൂഷ ആരംഭിക്കുക. അപ്പോൾ ശുശ്രൂഷയ്ക്ക് മുമ്പ് സ്വർഗം തുറന്നേച്ച് പറയാ, എൻ്റെ പ്രിയപുത്രന്. ആ ശുശ്രൂഷകളെല്ലാം അവിടുന്ന് നന്നായി ചെയ്തു. മർക്കോസ് 7:37 വായിക്കുന്നത് അവൻ സകലതും നന്നായി ചെയ്തെന്ന നമുക്കറിയുള്ള വാക്യമാണ്. അങ്ങനല്ലയോ? ഒന്ന് വായിച്ചു തരും. ഈ വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ളതായി പറയുന്നത് അവൻ സകലവും നന്നായി ചെയ്തു, എല്ലാം നന്നായി ചെയ്തു. അവിടുന്ന് ചെയ്തതിനൊന്നും അപാകത വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? പണ്ട് ഒരു കഥ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച പാപ്പൻ സാറ്, അദ്ദേഹം മരിച്ചുപോയി. നല്ല മനുഷ്യനാണ്, നല്ല അറിവുള്ള മനുഷ്യനാണ്, വളരെ അഗാധമായി ജ്ഞാനം. മലയാളമാണ് പുള്ളി പഠിപ്പിക്കുന്നത്. അത് എല്ലാം നല്ല, അദ്ദേഹം പഠിപ്പിച്ചതാ ഞാൻ പഠിച്ചേക്കുന്നത്. മലയാളത്തിൽ എന്തെങ്കിലും 2 വാക്കറിയാമെങ്കിൽ പാപ്പ സാറ് പഠിപ്പിച്ചതാ. അപ്പം നന്നായിട്ട് അദ്ദേഹം പഠിപ്പിക്കും. ഈ മലയാളം പഠിപ്പിക്കുമ്പം കവിതകളൊക്കെ പദ്യമൊക്കെ ചൊല്ലുമ്പോൾ അതിന് വൃത്തമുണ്ട്, ലഘുവും പിന്നെന്തുവാ ഗുരുവൊക്കെ തിരിക്കണം, ഇല്ലയോ? ലഘു. അപ്പം പുള്ളി അതെല്ലാം ശ്ലോകങ്ങൾ ചൊല്ലി പഠിപ്പിക്കും. 7 3 കണ്ണം മരവനയം ശ്രദ്ധരാ വൃത്തമാകും. ഇപ്പോഴും അതിൻ്റെ ഓർമ്മയിലുണ്ട്. രംനരം നരനരം നിരന്നു വരുമെങ്കിലോ കുസുമ മഞ്ഞരി പണ്ട് നീണ്ട കുശ ചൂചി കൊണ്ടൊരു മൃഗം മുഖത്തിൽ മുറിവേറ്റതായി കണ്ട് നീ പ്രരപരോപണത്തിൽ ഉടലോട എണ്ണ തടവിയിലയോ. ഇതൊക്കെ പുള്ളി പഠിപ്പിച്ചതാ, ഇപ്പോഴും ഓർമ്മയാ. കേക ശ്രദ്ധര. അപ്പം അദ്ദേഹം നന്നായിട്ട് പഠിപ്പിക്കും, നല്ലൊരു അധ്യാപകനായിരുന്നു. അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പം അദ്ദേഹം ഒരു കഥ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയിലുണ്ട്. ഹൈന്ദവ പുരാണം പഠിപ്പിക്കുമ്പം ബ്രഹ്മാവ സൃഷ്ടിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരമെന്ന്. അപ്പോൾ ഒരിക്കൽ ഒരുത്തനെ, അദ്ദേഹം പറഞ്ഞ കഥയാ, ഒരുത്തനെ ബ്രഹ്മാവിനോട് തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പം പറഞ്ഞു, അങ്ങല്ലയോ എല്ലാം സൃഷ്ടിക്കുന്നത്, ഞങ്ങൾക്കൂടെ ഒരു അവസരം തരാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു പോലും, എടാ നീ ഒന്നും ചെയ്താൽ ഒക്കത്തില്ല. ഉടനെ പറഞ്ഞ് അവസരം കിട്ടാതെ ചെയ്ത് കാണിക്കാതെ അങ്ങനെ ഒക്കുകയില്ലെന്ന് അറിയുന്നേ. ഒരവസരം എന്താ? കണ്ടമാനം നിർബന്ധിച്ചപ്പം പുള്ളി വരം കൊടുത്തു, എന്തേലും ഒരു കാര്യം ഉണ്ടാക്കി വെച്ച് വരാൻ. ഇവൻ അങ്ങോട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് മത്ത. വള്ളിക്ക് വണ്ണം കുറവാ, ചുവടാണെങ്കിൽ നമ്മുടെ പുറകിടത്തിലും കയറി കിടക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതാ നിന്നോടൊന്നും പറയുന്നത്, ഒന്നും ചെയ്യരുതെന്ന്. ഒക്കുകയല്ല. അപ്പം അദ്ദേഹം പറഞ്ഞ്, ആർക്കും തെറ്റ് പറ്റാം, ഒരവസരവും കൂടെ താ. ഓ വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല, ഒന്നുകൂടെ, ആർക്കും തെറ്റ് പറ്റാം, ഒന്നുകൂടെ. അപ്പോൾ പോയി വീണ്ടും ഒരവസരം കൊടുത്തു. ഇവൻ പോയി ഒന്നുകൂടെ സൃഷ്ടിച്ചു. അല്ലേ, പറങ്കിപ്പഴം വെളിയിലും, മാങ്ങായാന്നേ അതിൻ്റെ മാങ്ങാണ്ടി ഇതിനകത്താ. മിക്ക ഫലത്തിൻ്റെയും അരി ഇതിന് സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുക. ഇത് അവനെ വെളിയിലാക്കി. അത് നേരെ ചൊവ്വിനെ അല്ല കിടക്കുന്നത്, കിഴക്കാൻ തൂക്ക്. കാറ്റടിക്കുമ്പോൾ താഴെ വീണ് സൂക്ഷൻ തലയും കുത്തി. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഇതാ നിൻ്റെ ഒന്നും തരാത്തത്, ഒക്കുകയല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൂചിപ്പിച്ചതിൻ്റെ മറുവശം, കർത്താവ് ചെയ്യുന്നതെല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നത്. ഈ കാണുന്ന വാനകോളങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതാ. വെളിപ്പാട് 4:11 അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. ഇതൊക്കെ വേദപുസ്തകത്തിൽ നാം അറിയിക്കാനാണ് വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ചിലർ പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞു വെച്ച് പോകുമെന്ന്. അപ്പം ഈ വായി വരുന്നത് ഇതാന്ന് അറിയിക്കാനായി വായിപ്പിക്കുന്നത്. വായിര് കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും. അപ്പൊ സർവ്വവും സൃഷ്ടിച്ചവൻ ദൈവമാണ്. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞു. സകല ലോകങ്ങൾക്കും
ആദികാരണമിവൻ സകല ലോകങ്ങൾക്കും അധികാരണമിവൻ സകല ലോകങ്ങൾക്കും അധികാരണമിവൻ സകല ഭൂതങ്ങൾക്കും ആകാരപ്രധനിവൻ സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ സകല നിഷ്കലത്വം പേറും പെരിയവൻ ആഗമാകാരന്മാരിലാതവൻ മോസസും സർവാഗമ പൊരുളാകുമി പരാശക്തിക്ക് ഏൽ എന്നോരപ്രിയമാം നാമമോദിയത മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ. ഇലോകീശത്തായി അഡോണായി വിലോപമെന്നെല്ലാം മോശിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമീജനാൽ പ്രകാശിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥന്യാശയൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പ കാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായിൽ അതീശനെ മനുഷ്യരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. അപ്പൊ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും പ്രപഞ്ചത്തെയും അണ്ടകടാകത്തെയും നിർമ്മിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനാകുന്ന ദൈവമാ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവൻ. അങ്ങനെ സൃഷ്ടിച്ചതിൽ എന്തേലും അപാകതയുണ്ടോ? മനുഷ്യനൊപ്പിച്ച നാശമുള്ളൂ. ദൈവമെല്ലാം നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചത് മുഴുവൻ നന്നായിട്ടാണ്. പിന്നെ മനുഷ്യനെ ഈ കാണുന്നതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് കാട് വെട്ടി 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 കയറി കാടെല്ലാം നശിപ്പിച്ചു. അതുകൊണ്ട് കാട്ടിൽ കിടന്നതെല്ലാം കൂടെ നാട്ടിലോട്ട് പന്നിയുടെ അയ്യര് കളിയ ഇല്ലയോ? ഓ, പന്നിയുടെ അയ്യര് വെട്ടിയാറ് ഏരിയായി പന്നി കൊണ്ടാടി മിക്കാറന്മാരും. അപ്പൊ കാട് എല്ലാം വെട്ടി വെട്ടിക്ക് മനുഷ്യൻ കൈയടക്കുകയല്ലേ. കാട്ടിൽ ജീവിക്കേണ്ടതുണ്ട്, നാട്ടിൽ ജീവിക്കേണ്ടതുണ്ട്. ദൈവം അതെല്ലാം നന്നായിട്ടാണ് സൃഷ്ടിച്ചു വച്ചേക്കുന്നത്. ഈ ഭൂമിയെ ദൈവം നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഈ ഭൂമിയോട് ചെയ്യുന്ന ശോഭകേട്, എന്തെല്ലാം ശോഭകേടാ ഇല്ലയോ? വെട്ടി നിരത്തുന്നു, കൊണ്ടുപോകുന്നു, അങ്ങോട്ടിടുന്നു, എന്തെല്ലാം വൈതരണികൾ. നിലമെല്ലാം ദൈവം അതെല്ലാം നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. എല്ലാം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവമെല്ലാം നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തു. ഒരൊറ്റ രോഗിയെ പോലും പപ്പാതി സൗഖ്യമാക്കിയിട്ട് വിട്ടിട്ടില്ല. ഒരു കൂനിത്തള്ളയുണ്ടായിരുന്നു, ബന്ധനം അടിയട്ടെന്ന് പറഞ്ഞപ്പോൾ തള്ള കമ്പിവടി പോലെ നിവർന്ന. ഇന്നത്തെ രോഗശാന്തി അമ്മ കുനിഞ്ഞാട്ടെ പിന്നെ എന്നാണ് തള്ള രാജ കിടന്ന് ഡ്രില്ലുകളി ചൂപ്പാട് വന്ന് പിന്നെ ഒരൊറ്റ രോഗത്തിന് തള്ള പോവുകയല്ല. യേശു ആരും ഡ്രില്ല് കളിപ്പിക്കാൻ കൂടിയില്ല. നിന്റെ രോഗബന്ധനത്തെ അഴിച്ചു, ഇന്നലെ സൗഖ്യമായി. 38 ആണ്ട് കിടന്നുകൊണ്ട് കിടക്കെടുന്ന് കിടക്കാൻ പറഞ്ഞു. അവനും പൂർണ്ണ വിടുതല. സ്തോത്രം. രക്തസ്രവക്കാരി സ്ത്രീ വന്ന് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു, ടപ്പെന്ന് അവക്ക് സൗഖ്യം. മരിച്ചവന്റെ മഞ്ചത്തിൽ തൊട്ടപ്പം അവനും ചാടി എഴുന്നേറ്റു. ചെയ്തതെല്ലാം നന്നായിട്ടാണ്. സ്തോത്രം. എല്ലാം ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും ദേശത്തുമൊക്കെ അവിടുന്ന് എല്ലാം നന്നായി ചെയ്യും. അത് അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അവിടുന്ന് എല്ലാം നന്നായി ചെയ്യുന്നവനാ. ആ കർത്താവ് എല്ലാം നന്നായി ചെയ്ത കർത്താവ് ആ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് സ്വർഗം തുറന്നേച്ച് പറയുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ.
ശുശ്രൂഷകള് ഈ ഭൂമിയിലെ ഏകദേശം തീർന്നൊടുവിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശുശ്രൂഷകളൊക്കെ തീർന്ന, എൻ്റെ ഭാഷ തീർന്ന മുറിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വസ്ത്രം ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ വകയാത്ത വിധത്തിൽ അതുപോലെ വെണ്മയായി തീർന്നു. ഒരു ശബ്ദം കേട്ടു, വലിയ പ്രഭയുണ്ടായി. അപ്പോൾ സ്വർഗം തുറന്നു വെച്ച് പറയുക, എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ ഈ 3.5 വർഷം ശുശ്രൂഷിച്ചതും എൻ്റെ ഇഷ്ടപ്രകാരമാണ്. ശുശ്രൂഷ ആരംഭിച്ചപ്പം സാക്ഷ്യം പറഞ്ഞു സ്വർഗം, എൻ്റെ പ്രിയപുത്രനാ. ശുശ്രൂഷ തീർന്നപ്പോഴും അങ്ങനെ തന്നെ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ഇഷ്ടമാണ് ചെയ്തത്, എല്ലാം അവിടുന്ന് നന്നായി ചെയ്തവനാ. സ്തോത്രം. ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം നന്നായി ചെയ്യും, എല്ലാം നന്നായി ചെയ്യുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ടെന്ന്. ആമേൻ. നിരാശയോടെ, ഭാരത്തോടെ, മനോദുഃഖത്തോടെ, മനോവേദനയോടെ, ഏതെങ്കിലും വിഷയത്തിൽ മനോദുഃഖത്തോടെ വന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, പതറിപ്പോകരുത്. എല്ലാം നന്നായി ചെയ്യുവാൻ കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അതികൾ ഒടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യ പോറ്റുന്നവൻ, അതികൾ ഒടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ, ജീവനായകനേ മനുവേ ജീവനായകനേ ജീവനായകനേ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവ്, ആ പുത്രൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അവൻ 2-ാം സങ്കീർത്തനം 12 കൊടുത്തിരിക്കുക, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വടിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ക്ഷമിക്കണം. ഈ സങ്കീർത്തനം മുഴുവനും ക്രിസ്തുവിനെ പറ്റിയാണ്. കർത്തദാസന്മാർക്കും ചില ദൈവമക്കൾക്കൊക്കെ വളരെ തിട്ടമുള്ളൊരു ഭാഗമാണ്. തിരുമേശയുടെ സമയത്ത് മിക്കയിടങ്ങളിൽ വായിക്കുന്ന ഭാഗമാണ് 22-ാം സങ്കീർത്തനം തന്നെ 11 മുതൽ. അതെല്ലാം അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന ഭാഗങ്ങൾ, പ്രവചനാത്മാവിൽ കണ്ട് രേഖപ്പെടുത്തിയ ഭാഗങ്ങളാണ്. 2 വാക്യം വായിച്ചോ, തിരുവെടുത്തല്ലയോ 22-11 മുതൽ. കഷ്ടമെടുത്തിരിക്കാൻ എന്നെ വിട്ടാതിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാസാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഇതെല്ലാം അവിടുത്തെ കഷ്ടാനുഭവങ്ങളിൽ അവിടുത്തെ പീഡിപ്പിച്ച, ഉപദ്രവിച്ച, വളഞ്ഞു നിന്ന് ആമേന്റെ പള്ളു പറഞ്ഞ് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് മുഷ്ടിക്കുരുട്ടി കുത്തിയ, ആമേൻ ആരെ മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്ത, ചാട്ടമാറ് കൊണ്ടടിച്ച ആൾക്കാരെ പറ്റി പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് കുറിച്ചു വച്ചിരിക്കുന്ന വേദഭാഗങ്ങളായി വായിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ തിരുവെടുത്ത് മുഴുവൻ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ സങ്കീർത്തനത്തിൽ ക്രിസ്തുവിനെ പറ്റിയാണ്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്കും കൂടെ നടന്ന കർത്താവ് തിരുവെഴുത്ത് തെളിയിച്ചു കൊടുത്തല്ലോ. മോശയുടെ ന്യായപ്രമാണത്തിൽ എല്ലാ തിരുവെഴുത്തിലും അപ്പൊ സങ്കീർത്തനവും പെടും. അങ്ങനല്ലേ മോളെ എഴുതിയേക്കുന്നത്? 24 ലൂക്കോസ് 24 അങ്ങനല്ലയോ എഴുതിയേക്കുന്നത്? പെട്ടെന്ന് വായിച്ചേ. കർത്താവ് തെളിയിച്ചു കൊടുത്തില്ലയോ മോശയുടെ സകലനായ പ്രമാണവും? തന്നെ വായിക്കാന്നോ? അന്ന് തന്നെ അവരിൽ 2 പേർ. മൊത്തം വായിക്കണ്ട, ആ മോക്ക് കൊടുക്കുകയല്ലേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ. ഒന്നുകൂടെ വായിച്ചേ മോളെ, അത് തന്നെ ഒന്നുകൂടെ വായിക്കാൻ.
അവൻ പിന്നെ അവരോട് പറഞ്ഞത്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ എങ്ങനെ സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവിടുത്തെ പറ്റി എഴുതി വച്ചിരിക്കുക. അന്നേരം നമ്മുടെ ഇടയിലെ ചില ഊളന്മാര് പറയുന്ന ഇത് വായിക്കരുതെന്ന്. എടാ പൊട്ട, സങ്കീർത്തനത്തിൽ അവിടുത്തെ പറ്റി എഴുതി വച്ചിരിക്കുക. അന്നേരം നീയും നിന്റെ നേതാവും പറയുക ഇത് വായിക്കരുത്. ഇത് കേട്ടോണ്ട് ചില പേടിച്ച് ചില ഉപദേശിമാരിപ്പം വായിക്കുന്നുമില്ലെന്ന് കേൾക്കുന്നു. അവിടെ വായിക്കുന്നുണ്ടോ? വായിച്ചോണ്ട് നിർത്തരുത്. ഏതേലും മട്ടം വന്ന് പറഞ്ഞാൽ അവനെ അതിൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോണം. സങ്കീർത്തനത്തിലെല്ലാം കർത്താവിനെ പറ്റിയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതറിയാവുന്ന കർത്തൃദാസന്മാർ അടുക്കടുക്കായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. ഈ തിരുവെടുത്ത് മുഴുവൻ നമ്മുടെ കർത്താവിനെ പറ്റിയാ. അപ്പൊ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടല്ലോ തെളിയിച്ചു കൊടുത്തത്. മാത്രമല്ല, നിങ്ങൾ വചനത്തിൽ നല്ല തിട്ടമുള്ളവരാ. വെട്ടിയാറുകാർ പഴയ ആൾക്കാരാണല്ലോ. വേദപുസ്തകമൊക്കെ നല്ല അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് ഇരിക്കുന്നവരാ. അതുകൊണ്ട് ചിലർ വേദപുസ്തകം പോലും കൊണ്ടുവരുന്നില്ല. എനിക്ക് സന്തോഷമാണ്, അത്രയ്ക്ക് തിട്ടമാണ്. ഇനി ചിലർ കൊണ്ടുവന്നാവട്ടെ തുറക്കത്തുമില്ല, അതൊക്കെ സൈഡിൽ വെച്ചിരിക്കുക. തുറക്കണ്ട, അവർ വായിച്ചോളൂ. അപ്പൊ ശ്രദ്ധിക്കുക, വചനത്തിൽ വളരെ പരിജ്ഞാനമുള്ളവരാ. നമുക്കറിയാം, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുത്തെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർക്കല്ല. അത് കൊരിന്ത്യർ ലേഖനം 15:3 മുതൽ വായിച്ചോ മോളെ, പെട്ടെന്ന് വായിച്ചു. ഇതെല്ലാം വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനഃപ്പാഠമാണ്. വായിപ്പിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ എന്നെപ്പറ്റി പല ആക്ഷേപത്തിൽ ഒരാക്ഷേപം അയാൾ വായി വരുന്നതെല്ലാം പറയുവന്ന. ആ വായി വരുന്ന എന്തിനാണ് ഈ വായിപ്പിക്കുന്നത്? വായിരു മോളെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയല്ല. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തവനാ. ഇവിടെ മിടുക്കന്മാരും ഉന്നതന്മാരും മന്ത്രി പുങ്കവന്മാരും സാമുദായിക നേതാക്കളും ഭരണപരിഷ്കർത്താക്കളും ഒക്കെ ഇവിടെ വന്നു. ആ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാത്മജി മരിച്ചു ഉയർത്തിട്ടില്ല. സരോജിനി നായിഡു മരിച്ചു ഉയർത്തിട്ടില്ല. ഉരുക്കവനെന്നൊക്കെ അഭിമാനിക്കുന്ന പറയുന്ന പലരും, ഇന്ദിരാഗാന്ധി അടക്കം പലരും മരിച്ചു ഉയർത്തിട്ടില്ല. ഝാൻസി റാണി മരിച്ചു ഉയർത്തിട്ടില്ല. എന്തിന്? കേരളത്തിലോട്ട് വന്നാൽ എത്ര വല്ലഭായ് പട്ടേൽ നോർത്ത് ഇന്ത്യയിൽ മരിച്ചു ഉയർത്തിട്ടില്ല. സാമുദായിക നേതാക്കന്മാര് മൺമറഞ്ഞിരിക്കുന്ന ചട്ടമ്പി സ്വാമി മരിച്ചു ഉയർത്തിട്ടില്ല. അയ്യങ്കാളി മരിച്ചു ഉയർത്തിട്ടില്ല. ശ്രീനാരായണ ഗുരു മരിച്ചു ഉയർത്തിട്ടില്ല. അവന്റെ പണ്ഡിറ്റ് കറുപ്പൻ മരിച്ചു ഉയർത്തിട്ടില്ല. അതുപോലെ തന്നെ എത്രയെത്ര പ്രഗത്ഭന്മാർ. ചട്ടമ്പി സ്വാമി മരിച്ചു ഉയർത്തിട്ടില്ല. മന്നത്ത് പത്മനാഭൻ മരിച്ചു ഉയർത്തിട്ടില്ല. മാൻ പവർ കൂടുതലുള്ളവരാ അമേരിക്കക്കാരൻ. ആ വൈപ്പ് അതങ്ങനെ ഇരിക്കട്ടെ. കെന്നഡി മരിച്ചു ഉയർത്തിട്ടില്ല. ഏബ്രഹാം ലിങ്കൺ മരിച്ചു ഉയർത്തിട്ടില്ല. എത്രയെത്ര മിടുക്കന്മാർ, എത്രയെത്ര ഉന്നതന്മാർ. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ എല്ലാവരും മരിച്ചു. ഒരുത്തർ ഉയർത്തിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു ക്രിസ്തു. കല്ലറ തുറന്നുവൻ വൈരിയെ തകർത്തു. കല്ലറ തുറന്നുവൻ വൈരിയെ തകർത്തു. വല്ലഭനായവനെ, വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. ഓ നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. രാജസമ്മ
കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഞാന് സാധാരണ പഴയ പാട്ടുകള് പാടുന്നൊന്നും അവകാശപ്പെടത്തില്ല, ഇങ്ങനെ പറഞ്ഞു വിടുക. ഇവരൊക്കെ നന്നായിട്ട് പാടുന്നവരാ. അപ്പം അറിയാവുന്നവർ ചേർന്ന് പാടിക്കോണം. അറിയാവുന്ന പാട്ട് പാടുമ്പം നായകൾ തന്നെ ശ്വാസം മുട്ടി പാടട്ടെന്ന് ചിന്തിക്കരുത്. അറിയാവുന്നവർ. ഈ ദേശത്തൊക്കെ പാട്ടുകാരുണ്ട്. നമ്മുടെ ടി കെ ഫിലിപ്പ് സാറ് നന്നായിട്ട് പാടുമല്ലോ, മൺമറഞ്ഞ. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഉള്ള ധാരാളം ആൾക്കാർ. റജി പാസ്റ്ററെ ഞാൻ കണ്ടു, വിട്ടിരുന്ന് ഞാൻ കണ്ടു. ബോംബെ എന്ത് ചെയ്യേ ചിന്നമാമ വന്നിട്ടുണ്ടോ? അയ്യല്ലയോ? ആ, അവിടുത്തെ കുഞ്ഞമാമ, ചിന്നമാമ, ലില്ലിമാമ, പിന്നെ വേറൊരു അമ്മയും കൊണ്ട് ഉണ്ടായിരുന്നില്ല, പേരും മറന്നുപോയി. പാ പൊടിയമ്മ, 4 പെണ്ണുങ്ങളാ. 4 ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്നമാമയെ ബോംബെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. മറ്റേ ഇവിടെ കുഞ്ഞമാമയ്ക്കെങ്കിലും വന്നിരുന്ന് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഒരു 4 പേര് നന്നായിട്ട് പാട്ട് പാടും. ഇപ്പം നമ്മളവിടെ ശുശ്രൂഷിക്കുന്ന ഒന്നല്ലയോ പാസ്റ്റർ? അവിടെ ആണോ ഇരിക്കുന്നത്? അവിടുത്തെ പാസ്റ്റർ വന്നിട്ടുണ്ട്. എവിടെ പോയി? അല്ല, വന്നിട്ടില്ല ഇന്ന്. കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, പഴയ പാട്ടിന്റെ ഈരടികള് പാടുമ്പോൾ അറിയാവുന്നവർ ചേർന്ന് പാടിക്കോണം. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഈ പറഞ്ഞൊപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ് പാടി വിടുന്നത്. അതിനകത്തെല്ലാം ദൂതാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ നിന്ന് അടക്കപ്പെട്ടു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്ത് അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അതെ, കർത്താവ് ഉയർത്ത് കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അന്ത്യകൽപ്പന കൊടുത്ത് ഇവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി. അന്ത്യകൽപ്പന മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലും അന്ത്യകൽപ്പന കൊടുത്തേച്ച് കർത്താവ് ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് ഇവിടെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുന്ന വേളയിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ 12-ാം വാക്യം വായിച്ചേ. വൈരേ എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ച്. അല്ല മോളെ, അപ്പോസ്തല പ്രവൃത്തി 1:12 അത് തന്നെ ആണോ? അവൻ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒരു മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പിന്നെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബിൻ പ്രാതമാകും യൂദാസ്കറിയോത്തും. അങ്ങനെ 12. ഇത് വായിച്ചു. അപ്പം മറ്റവൻ പോയി. അടുത്ത വാക്യം. എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും ഇവരെല്ലാരും കൂടെ വന്ന് മാളിക മുറിയിൽ ഒന്നിച്ചു കൂടി. അങ്ങനെ ഇരിക്കുമ്പം പത്രോസ് ചാടി എഴുന്നേറ്റു. ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരുത്തൻ, അവൻ നാജം പിടിച്ചവനായിരുന്നു. അവന് ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല ബുദ്ധിയും പണസഞ്ചി അവൻ്റെ പക്കലാകെ കൊണ്ടും അവൻ അതിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് എഴുതിയിട്ടില്ല, എടുത്തെന്നാ. ഒന്ന് വായിച്ചരുത്, ചിലക്ക് സംശയം. സകല ട്രഷാറന്മാരും അത് വായിക്കുന്നത് നല്ലതാണ്. 12:1 മുതൽ വായിച്ചേ മോളെ. യോഹന്നാന്റെ സുവിശേഷം. അവിടെ അല്ലയോ അവൻ അടിച്ചു മാറ്റിയ കാര്യം എഴുതിയേക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഓടിച്ചു വായിച്ചോ. യേശു മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവൻ ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡ മാംസ്യ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാല് തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു
കൊടുപ്പാനുള്ള യൂദാ ഇസ്കരിയോത്ത് കാണിച്ചു കൊടുക്കാൻ വന്നവനാ. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുമ്പോ തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അപ്പോൾ അവനെ കാണിച്ചു കൊടുപ്പാനിരിക്കുന്ന യൂദാ ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. ഒരു വിചാരമുള്ളവനല്ല, ചുമ്മാ ബെഡായി പറയുന്നതാ, വെറുതെ പറ. നമ്മുടെ ആൾക്കാരൊക്കെ ചെല്ല അങ്ങനെ പറയത്തില്ല. ഒരു തയ്യൽ മെഷീൻ കൊടുത്ത ഉടനെ അതിന് ഫോട്ടോ എടുക്കുക, താക്കോല് കൊടുക്കുക, തള്ള ഉടനെ തയ്യൽ മെഷീൻ മേടിക്കും. എന്നതൊക്കെയാണോ കാണും. തള്ളയ്ക്കാന്ന് തയ്ക്കാൻ അറിയാനും 2 ആഴ്ച കഴിയുമ്പോൾ സൂചി ഒടിഞ്ഞ് നൂല് ഓർക്ക് തള്ള കണ്ണും കിടങ്ങാൻ എന്തല്ല. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നു. ദരിദ്രന്മാരോട് വായിക്കോ ചേ നോക്കി. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. ദരിദ്രന്മാരെ കുറിച്ച് വിചാരമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അവൻ കള്ളനാകൊണ്ട്. അതാ വിഷയം. ഇവനെ കള്ളനാ. 12 എണ്ണത്തിൽ ഒരുത്തൻ. അപ്പൊ അങ്ങനെ വെച്ച് കൂട്ടിക്കോണം കേട്ടോ. അയ്യോ, അങ്ങനെ വെച്ച് കണക്കെടുത്താൽ നമുക്ക് വലിയ ക്ഷീണമില്ലാതെ, അല്ലെ നമ്മൾ മൊത്തം നല്ലതാണെന്ന് പറഞ്ഞിരുന്ന പരുവക്കേടാകും. 12-1 ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചതല്ല. 12-1 അവനും പ്രധാന ശുശ്രൂഷയിലുണ്ടെന്നുള്ളതാ. വായിക്കുമോളെ. 1 അവൻ ഇവൻ കള്ളൻ. പിന്നെ പണസഞ്ചി തന്റെ പക്കലാകെ. 2 പണസഞ്ചി എല്ലാം ഇവന്റെ പക്കലാ. ഇവൻ തിരുമേശി എടുത്തില്ലെങ്കിലും സ്വോത്രകാഴ്ച പാത്രം വന്നിരിക്കുമ്പോൾ ഇവന് ഉന്നമാ. ആരൊക്കെയാ ഇടുന്നത്? തിരുമേശം കൊണ്ട് ചെല്ലുമ്പോൾ അവൻ ഇരിക്കുക ട്രാഫിക് പോലീസ് നിൽക്കും പോലെ. അവന് വിഷയമൊന്നുമല്ല. ഇവിടുന്ന് നേരത്തെ അങ്ങ് എടുത്ത് നന്നായി കേട്ടോ. ശുശ്രൂഷയ്ക്ക് ഇടയ്ക്കെടുക്കാൻ അതൊക്കെ ദൈവം തന്നോളുമല്ല. പിന്നെ ദൈവം വിശ്വസ്തനാ. 1 ഇവൻ കള്ളൻ. 2 പണസഞ്ചി അവന്റെ പക്കലാകയാൽ. അടുത്തത് വായിക്കും മോളെ. പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതും കൊണ്ട് അത്രേ പറഞ്ഞത്. ഇവൻ ആ സ്വോത്രകാഴ്ച എടുക്കുന്നവൻ. അങ്ങനെയാണല്ലോ പറഞ്ഞത്. സ്വോത്രകാഴ്ച എടുക്കുന്നവന് ഈ 3 കാര്യം ഇവൻ ക്ലിയർ അല്ല. ചുരുക്കി പറഞ്ഞ ഇവന് ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയുള്ളവനാ. അതുകൊണ്ടാണല്ലോ ഗുരുവിനെ ഒറ്റിക്കൊടുത്തത്. 30 ഉള്ളതാട്ടെന്ന് പറഞ്ഞു. പണ്ടൊരാൾ പറഞ്ഞ 8 വീട്ടിൽ കുടുംബത്തിരുന്നാ കിട്ടുമോന്ന്. 15 രൂപയ്ക്ക് ആ ശമ്പളം ഒരു ദിവസം അന്ന് കിളച്ചാൽ 15 രൂപ കിട്ടും. അപ്പോൾ ഒരു ദിവസം പണിയൊന്നുമില്ല. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ് ഇന്നടുത്ത് കിളയ്ക്കാൻ വിളിക്കുന്നു. കൂലി എത്രയാന്ന് ചോദിച്ചു. കൂലി 8 തരുവോളെന്ന് പറഞ്ഞു. സാധാരണ 15 ഉള്ളതാണ്. അപ്പം ഭാര്യ പറഞ്ഞു വിട്ട് നിങ്ങൾ പോയി കിളയ്ക്കാൻ പറഞ്ഞു. 8 കുടുംബത്തിരുന്നാൽ കിട്ടുമോ? അപ്പം ഇവനെ ചിന്തിച്ച് 30 ഉള്ളതാട്ടെ കിട്ടുന്നത്. ബാർഗെയിൻ ചെയ്തു. പക്ഷേ 30 വായിച്ചേ. യേശുവോ അവളെ വിടുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇവന്റെ ദരിദ്രരോട് ദയവും അനുകമ്പയൊന്നും ഉണ്ടായിട്ടല്ല. 1 ഇവൻ കള്ളൻ, 2 പണസഞ്ചി ഇവന്റെ പക്കൽ, 3 ഇതിനകത്തിട്ട് അടിച്ചു മാറ്റുന്നവനാ. ചുരുക്കി പറഞ്ഞാൽ ഇവൻ നാശപുത്രനാ. ഇവൻ മരിച്ചത് എങ്ങനെയാണെന്നറിയാം. ഉരുക്കിട്ട് കയറിന് വലിപ്പക്കുറവാണോ പഴയ കയറാകാനാ സാധ്യത. പുതിയതാന്നേ അങ്ങനെ പൊട്ടി വീഴുമെന്ന്. പഴയതായിരിക്കും. എന്തോ പിഞ്ചിയ കയറാ ആയിട്ട് തൂങ്ങി അടിച്ച് താഴെ വീണ് കുടലും തെറിച്ച് തുറിച്ച് വളരെ സ്തോത്രം പരുവക്കേടിലാ പോയത്. അവനെപ്പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു പദമുണ്ട്, അവൻ്റെ സ്ഥലത്തേക്ക് പോയെന്ന. ഇവൻ പ്രത്യേക സ്ഥലത്ത് പോയെന്നൊക്കെയാ തിയോളജിയന്മാര് പഠിപ്പിക്കുന്നത്. ആ പദം മോള് കണ്ടോ? അവൻ്റെ സ്ഥലത്തേക്ക്. ഷൂ പാസ്റ്റർ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവന് പ്രത്യേക സ്ഥലമാണെന്നൊക്കെയാ പറയുന്നത്. എടുത്തവരൊന്ന് വായിക്കുന്നത് നല്ലതാ. അവൻ്റെ സ്ഥലത്തേക്ക് പോയെന്നാ. എല്ലാവരും പോയിട്ട് തല്ലെന്നാ പറയുന്നത്.
ആ ആ ആ അവന്റെ വാസസ്ഥലം ആ ആ ആ അല്ല അവന്റെ സ്ഥലത്തേക്ക്, അങ്ങനെ അവന്റെ സ്ഥലത്തേക്ക്, പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്ന 24 വാക്യം ഒന്ന് വായിച്ചേ. 24 മോളെ മൈക്ക് കൂടെ വായിക്കും മോളെ. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ, പ്രത്യേക സ്ഥലത്തേക്കാ പോയത്, തന്റെ സ്ഥലത്തേക്ക് ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും. ഓ നന്നായിട്ട് ഒന്നുകൂടെ വായിക്കും മോളെ. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ. അവൻ പ്രത്യേക സ്ഥലത്തേക്ക് പോയെന്ന് ആ തിയോളജിയന്മാര് പഠിപ്പിക്കുന്നതും പറയുന്നത് ഈ വാക്യമൊക്കെ വെച്ച് നമുക്ക് ആ വിഷയം വിട്ടേക്കാൻ തർക്കിക്കാൻ ഇപ്പം നേരമില്ല. എന്തായാലും കൊള്ളാം, ഇവനെ പരുവക്കേടായി പോയി അവന്റെ സ്ഥലത്തോട്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നത് പഴയ പഠിപ്പീരൊക്കെ ഇവനെ ദാൻ ഗോത്രത്തിൽപ്പെട്ടവനാന്നൊക്കെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊക്കെ വാക്യമെടുത്ത് ഇപ്പം നമ്മൾ ഖണ്ഡനത്തിനും തർക്കത്തിനും ഒന്നും ഞാൻ മുതിരുന്നില്ല, അത് അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും കൊള്ളാം, ഇവൻ പരുവക്കേടായി പോയി. അപ്പോൾ ഇവർ ഒന്നിച്ചു കൂടിയപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, യൂദ ഒഴിഞ്ഞുപോയി അവന്റെ സ്ഥലത്തോട്ട്. നമ്മളിപ്പോൾ 11 പേരാ, അതുകൊണ്ട് ഒരാളെയും കൂടെ തിരഞ്ഞെടുക്കണം. 12 യേശു തിരഞ്ഞെടുത്തത്, ഒരുത്തനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ തർക്കം വന്നു, അങ്ങനെ തിരഞ്ഞെടുക്കാനൊക്കെ നമുക്ക് വ്യവസ്ഥയുണ്ടോ? അപ്പോൾ പറഞ്ഞു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കുള്ള വാക്യം സങ്കീർത്തന പുസ്തകത്തിലാണ്. 109 സങ്കീർത്തനം കോട്ട് ചെയ്ത് അവർ പറയാ നമുക്കൊരുത്തനെ തിരഞ്ഞെടുക്കണം. അതാ 12 വാക്യം 12 മുതൽ വായിച്ചേ. ഏറെ സങ്കീർത്തനത്തിൽ നിന്നല്ല, അപ്പോസ്തല പ്രവൃത്തി 1:12 വായിര്. 20 മുതൽ വായിച്ചോ. ആ ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ. എന്റെ മോളെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിച്ചോ. എല്ലാം വായിക്കാൻ നേരമില്ല. പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്ന അർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ. ഇനി 109-ാം സങ്കീർത്തനം 8 മുതൽ വായിച്ചേ. സങ്കീർത്തനം 109-ന്റെ 8 മുതൽ. അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ, അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തനെ ഏൽക്കട്ടെ, അവന്റെ മക്കൾ അനാഥരും. താഴോട്ട് വായിക്കണ്ട, കൺവെൻഷൻ ആയതുകൊണ്ട് കൊള്ളുകാലാഞ്ഞിട്ടല്ല, അത്ര സുഖകരമായ വാക്യമല്ല കേൾക്കുന്നവർക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവന്റെ സ്ഥാനം മറ്റൊരുത്തനേൽക്കട്ടെ എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിലെ വാക്യപ്രകാരം ഒരുത്തനെ തിരഞ്ഞെടുക്കണം. അങ്ങനെ മത്തിയാസിനെ തിരഞ്ഞെടുത്ത ഭാഗമൊക്കെ നമുക്കറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദിമസഭ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഒന്നിച്ചു കൂടിയപ്പോൾ യൂദ ഒഴിഞ്ഞുപോയ സ്ഥലത്തേക്ക് ഒരുത്തനെ തിരഞ്ഞെടുക്കുവാൻ അതിന് അടിസ്ഥാനവാക്യം എടുത്തത് സങ്കീർത്തനത്തിൽ നിന്നാണ്. അതാ ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്ന് യേശു കർത്താവ് തെളിയിച്ചു കൊടുത്തു. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പഠിച്ച് എത്രയെത്ര ഭാഗത്ത് ആ സങ്കീർത്തനങ്ങൾ കോട്ട് ചെയ്ത് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. 5 പുസ്തകമായിട്ട് ആ സങ്കീർത്തനം തിരിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം ഉള്ള കാര്യമാണ്. ഓരോ സങ്കീർത്തനവും തീരുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറയുന്നുണ്ട്. 41-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലുണ്ടല്ലോ ആമേൻ. പെട്ടെന്ന് വായിച്ചോ. മൈക്ക് കൂടെ വായിര്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ആമേൻ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി 72-ന്റെ ഒടുവിലുണ്ടല്ലോ ആമേൻ. വായിച്ചോ പെട്ടെന്ന് വായിര്. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ.
ആമേൻ ആമേൻ. അപ്പോൾ അവിടെ ആമേൻ എന്നാ 106-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഒടുവിലുമുണ്ട് ആമേൻ. വായിച്ചേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. അപ്പൊ എല്ലാ സങ്കീർത്തനങ്ങളും പര്യവസാനിക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനൊന്നും മാറ്റമില്ല, അതങ്ങനെ തന്നെ, അത് അപ്രകാരം തന്നെ. അങ്ങനെ 109-ാം സങ്കീർത്തനത്തിന്റെ വെളിച്ചത്തിൽ ഒരുത്തനെ തിരഞ്ഞെടുത്തത്. അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. വേർപെട്ട ദൈവമക്കളുടെ മിക്ക കൂട്ടായ്മ യോഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിനും പ്രബോധനത്തിനും പ്രാധാന്യമുണ്ട്. എല്ലാം വിവരിക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 91-ാം സങ്കീർത്തനം, അതിന്റെ 10-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചാട്ടെ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തിൽ. ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ചിന്തിക്കുന്ന വിഷയം, ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഈ 91-ാം സങ്കീർത്തനം ഞാൻ ഓർപ്പിച്ചല്ലോ, എല്ലാവരും വായിക്കുകയും ധ്യാനിക്കുകയും ഉരുവിടുന്ന സങ്കീർത്തനമാണ്. അതിന്റെ തൊട്ട് പുറകിൽ ആ 90-ാം സങ്കീർത്തനം, അതെപ്പോഴും എല്ലാവരും വായിക്കാറില്ല. ചിലരെങ്ങനെ ഓർഡറായിട്ട് വായിച്ചു വരുന്നവർ കുടുംബ പ്രാർത്ഥനയിൽ 90-ാം സങ്കീർത്തനം വായിക്കും. അല്ലാതെ ഒരു കുടുംബ പ്രാർത്ഥനയിൽ 90-ാം സങ്കീർത്തനം എല്ലാവരും വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 91 വായിക്കും. ഒന്ന് മറിച്ചാൽ പോരെ, 90 അധികം. പക്ഷെ 90 വളരെ നല്ല സങ്കീർത്തനമാണ്. ആ 90-ാം സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥന എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് മകത്ത് ദൈവപുരുഷനാണ് മോശെ, ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ 90-ാം സങ്കീർത്തനം മോശയെ തൻ്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ സംഖ്യാപുസ്തകം 20-ാം അധ്യായം എടുക്കുന്നില്ല. സംഖ്യാപുസ്തകം 20-ാം അധ്യായം എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 മരണം. ഒന്ന്, അവരുടെ മൂത്ത സഹോദരി മിറിയാം മരിക്കുന്നു. 2, അഹരോനെയും എലയാസറിനെയും പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി അഹരോന്റെ വസ്ത്രമെല്ലാം എടുത്ത് തന്റെ മകൻ എലയാസിനെ ധരിപ്പിച്ചേച്ച് അഹരോൻ തന്നെ ജനത്തോട് ചേരുന്ന ഭാഗമാ. ഈ വിഷയത്തിൽ ഇസ്രായേൽ മക്കൾ വിലപിച്ചപ്പോൾ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തുന്ന ആ പദപ്രയോഗങ്ങളോടുകൂടി ആരംഭിക്കുന്ന സങ്കീർത്തനമാണ് 90. ആ സങ്കീർത്തനത്തിന്റെ പ്രഥമവാക്യം തന്നെ നമ്മുടെ ദൈവത്തിന്റെ പഴക്കത്തെ, പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം, അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. വായിച്ചേ 90-ന്റെ 1-2 വേഗത്തിൽ. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പിന്നെ പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ. അപ്പോൾ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം അടുത്ത കാലത്ത് പൊങ്ങി വന്നൊരു ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാ, അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയാമോ? 50, 100, 200, 300, 500, 1000, 10,000 1 കോടി വർഷം പഴക്കമുള്ള ദൈവമല്ല, അനാദിയായും ശാശ്വതമായും ദൈവം. ഈ കാണുന്ന സകല ജരാചരങ്ങളെ അണ്ടകടാകത്തെ ഈ ബ്രഹ്മാണ്ഡ കോടിടാണ്ടത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായുമുള്ള ഒരുവനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. അത് 90-ാം സങ്കീർത്തനം ഇങ്ങനെയുള്ള രംഗങ്ങളിൽ, വിശേഷിച്ച് മരണ വീടുകളിൽ ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഈ സങ്കീർത്തനം വായിക്കാറുണ്ട്. മിക്കയിടത്തും വായിച്ച് തെറ്റിക്കാറുമുണ്ട്. അത് പോട്ടെ, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ ചിലരോട് പറയും, വെറുതെ ഇരിക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് വായിക്കണം, വായിച്ച് കുറച്ചൊക്കെ തിട്ടമാക്കണം, കിടന്ന് മെനക്കെടുപ്പിക്കരുത്. പണ്ടൊരാൾ വായിച്ച് തെറ്റിച്ച ചരികം കയറി ഇറങ്ങിയും പോയി, പോയപ്പോൾ ഏതാണ്ട് പറഞ്ഞേച്ചും പോയി, നമ്മൾ എഴുതിയതുപോലെ. കുടലെന്നുള്ളതാ വായിച്ചപ്പോൾ കടലെന്നായി. അയ്യോ ഭാഷ അത് കടലെന്നല്ല കുടലെന്നാന്ന് പറഞ്ഞപ്പം അയാൾ എന്നാ ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യം. 90-ാം സങ്കീർത്തനം പിള്ളേര് പിന്നെയും ഞാനങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. ഞാനങ്ങോട്ട് വരുന്നില്ല ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥന. എന്നാൽ 91-ാം സങ്കീർത്തനത്തെ പറ്റി വേദപഠിതാക്കൾ ചിലർ പറയുന്നത് ഇത് എഴുതിയത് യോശുവയാണെന്നാ പറയുന്നത്. 90 മോശ എഴുതി, 91 യോശുവ എഴുതിയെന്ന.
മോശയുടെ കൈക്ക് വെള്ളമൊടിച്ചു കൊടുത്തയാളാ യോശുവ. സന്തത സഹചാരിയായി ശുശ്രൂഷകളിൽ എപ്പോഴും കൂടാരത്തെ വിട്ടുപിരിയാഞ്ഞവൻ. മാത്രമാണോ ദൈവത്തിന്റെ മഹത്വം? അമാലിക്കുമായുള്ള യുദ്ധത്തിൽ മോശയെ പറഞ്ഞു വിട്ടത് യോശുവയെയാ. കർത്താവിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ ശുശ്രൂഷകളിലും യോശുവയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. സന്തത സഹചാരിയായി കൂടെ നടക്കുന്നയാളാ യോശുവ. ദൈവത്തിന് മഹത്വം. മാത്രമല്ല മോശയുടെ കാലത്തിന് ശേഷം നേതൃത്വം തരികിലേക്ക് ദൈവം കൊണ്ടുവന്ന ശ്രേഷ്ഠനായ ദൈവവൃദ്ധനായ യോശുവ മിസ്രയീമിൽ പോന്നപ്പോൾ തന്നെ പല കാര്യങ്ങൾ കണ്ടും കേട്ടുമാ വളർന്നത്. യാത്രകളിലെല്ലാം ജനം പടപടപടപടാന്ന് മരിച്ചു വീടുന്നത് യോശുവ കണ്ടു. മരിക്കാൻ പല കാര്യമുണ്ട്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ന്റെ 5 പെട്ടെന്ന്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പിന്നെ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് ഒരു വിഷയത്തിൽ തന്നെ ഏതാണ്ട് 23,000 പേര് പെട്ടെന്ന് 9-ാം വാക്യം വായിച്ചേ. 10-ന്റെ 9. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ. 8-ാം വാക്യം വായിച്ചേ മോളെ. 10-ന്റെ 8. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ 23,000 പേര് പട്ടുപോയി. ഇങ്ങനെ ബാധ വന്നു. ബാധ. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 9 വായിച്ചേ. ബാധ കൊണ്ട് മരിച്ചുപോയവര് 24,000. എന്നാൽ സങ്കീർത്തനത്തിൽ യോശുവ പറയുക, ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ. പിന്നെ എന്തുകൊണ്ടാ ബാധ കൊണ്ട് മരിച്ചു പോയത്? പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ, ദൈവം തന്നെ വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ, നീ പെന്തിക്കോസാന്നേലും കത്തോലിക്കനാന്നേലും യാക്കോബയാന്നേലും മാർത്തോമയാന്നേലും റീത്താന്നേലും ഓർത്തഡോക്സ് ആന്നേലും ഏത് കോസാന്നേലും തട്ടിപ്പോകുന്നായി പറഞ്ഞത്. സ്തോത്രം. ഞാൻ പെന്തിക്കോസിലെ സെൻട്രൽ പാസ്റ്ററാ. ഞാൻ ദീർഘവർഷങ്ങളായി. അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. ഞാൻ കമ്മിറ്റിയിലുണ്ട്. IPCയുടെ കൗൺസിൽ, ചർച്ച് ഓഫ് ഗോഡിന്റെ കൗൺസിൽ, ഏജിയുടെ കുന്തം സ്വർഗത്തിൽ ബാധ വരുമ്പോൾ നിന്റെ കൗൺസിൽ വല്ലതും ബാധയ്ക്ക് വിജയമാണോ? പണ്ട് കരിയമ്പള്ളി ചാക്കോച്ചമ്പല തുരുതുരുതുരുത്തര അടി വരുമ്പോഴാണ് നിന്റെ മണ്ഡലം പ്രസിഡന്റ്. വേറൊരു ഭാഷയും കൂടെ ചേർത്ത് ആ പുള്ളി പറഞ്ഞു. അതെനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. വേണേ ബാധ വരുമ്പം മാറയ്ക്കുന്നത് വല്ലതും വിഷയമാണോ? ഈ പ്രാർത്ഥിക്കാനുള്ള കാലത്താ പുള്ളി മണ്ഡലം പ്രസിഡന്റ് ഇതുപോലെ 2-ാം മുണ്ടുമൊക്കെ ഇട്ട് ഉത്തരവൊക്കെ ഇട്ട് വെള്ളി കെട്ടിയ വടിയൊക്കെ പിടിച്ച് പുള്ളി നാട്ടിലെ പ്രമാണിയാ, മണ്ഡലം പ്രസിഡന്റുവാ. നേരം പടിഞ്ഞാറൻ പന്തിന്ന് കമ്മ്യൂണിസ്റ്റുകാർ അന്നത്തെ കാലമാണ്. നല്ല പെരുക്ക് വരിക, അടിച്ച് പടിഞ്ഞാറിഞ്ഞുകൊണ്ട് കയറി വരിക അടിച്ച്. കാരണം പുള്ളി മനസ്സിലായി വടിയും പിടിച്ച് ഇതൊക്കെ ഇട്ട് തന്ന അടി കൊണ്ട് ഊപ്പാട് വരുമെന്ന്. അയാൾ എടുത്ത് പോളക്കകത്തോട്ട് ചാടി. 2 പോളം എടുത്ത് തലയിൽ വെച്ച് മൂക്ക് മാത്രം. മണ്ഡലം പ്രസിഡന്റ് അവര് ഇത് കണ്ടില്ല. പോളക്കകത്ത് പുള്ളി താന്ന് കിടക്കുന്ന അവരങ്ങനെ ആകാരം. അവരങ്ങ് കിഴക്കോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ പോയെന്ന് കണ്ടപ്പോൾ പോളയെല്ലാം കളഞ്ഞേച്ച് എല്ലാം നനഞ്ഞ. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ്, അങ്ങോട്ട് പോയതല്ല പ്രൗഢി പോയതാ. ഇങ്ങോട്ട് വന്നപ്പോൾ ചോദിച്ചാൽ, അയ്യോ യാക്കോച്ചനും അടി കിട്ടി. ഇല്ല, ഉള്ള തുരുതുരുത്തുരാന്ന് അടി വരുമ്പോഴാണ് അതിൻ്റെ. അപ്പൊ ബാധ അങ്ങോട്ട് വന്ന് ഇസ്രായേലിനെ പിടികൂടി. ഇവര് പ്രമാണത്തിൽ നിൽക്കുന്നില്ല, ഭാഗത്തേക്ക് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ബാധയാൽ നശിച്ചു പോയവർ ആ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്ന 24,000. അങ്ങനെ പല ബാധകൾ വന്നു. പക്ഷെ ഇതെല്ലാം കണ്ടും കേട്ട് നിന്ന ഒരുവനാ യോശുവ. പട്ടുപോയില്ല, യോശുവ വീണില്ല. ചില പ്രിയപ്പെട്ടവരും വീണില്ല. അതുകൊണ്ട് യോശുവ പറയുക, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ. യോശുവയുടെ കൂടാരത്തിൽ ബാധകെടുത്തില്ല. അനേകർ പട്ടുപോയത് കണ്ടയാളാ. ഒരു കാര്യം പറയുക, എല്ലാരെയും കൂടെ ഒരേ തട്ടി തൂക്കരുത്, അടച്ചു പറയരുത്. ക്രിസ്ത്യാനിയെന്ന് അടച്ച് ഇതിനകത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. പെന്തിക്കോസ് എന്ന് അടച്ചു പറയണ്ട, ഇതിനകത്ത് പെന്തിക്കോസ് അനുഭവമുള്ളവരുണ്ട്. ഞങ്ങൾ പഴയ ആൾക്കാരാ. ഞങ്ങള് തമ്പേറി ചാക്കോച്ചാന്റെ കാലത്ത് ഇതിനകത്ത്
അതൊക്കെ അഭിനന്ദിക്കുന്നു. ചാക്കോച്ചൻ വിശ്വസതയോടെ നിന്നെങ്കിൽ ചാക്കോച്ചന് ദൈവം പ്രതിഫലം കൊടുക്കും. ആ കേറോപ്പിൽ നീ ഞെളിയാൻ ഓർക്കണ്ട. ഞാനും നിങ്ങളും, ഞങ്ങൾ ഉണ്ണുണ്ട് സാറിന്റെ ആളാ, കുക്കു സാഹിബിന്റെ ആളാ, ഞങ്ങൾ തോട്ടുംകര TM വർഗീസിന്റെ ആളാ, ഞങ്ങൾ KT മത്തച്ചായന്റെ ആളാ, ഏതാ നമ്മുടെ മാവേലിക്കര, ഞങ്ങൾ TK ഫിലിപ്പിന്റെ. അതൊക്കെ നല്ല കാര്യം. അവരെ ഏൽപ്പിച്ച കാര്യമൊക്കെ അവരാൽ ആവിബന്ധം ചെയ്തു പോയി. ആ കേറോപ്പി നീ സ്വർഗത്തിൽ പോകുമെന്ന് ധരിക്കരുത്. ആ കേറോപ്പി നീ രക്ഷപ്പെടുമെന്നും ധരിക്കരുത്. നീ ഞാനും വിശ്വസ്തയോടെ നിന്നാൽ എനിക്കും നിനക്കും അങ്ങ് ചെല്ലാം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യവീട്ടിലെത്താൻ അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യവീട്ടിലെത്താൻ അല്പദൂരം കേറോപ്പിൽ ആരും സ്വർഗത്തിൽ പോകുകയല്ല. തോമാസ് ലീഗ 52 മണ്ണെന്നും പറഞ്ഞ് നീ എളിഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകുകയല്ല, നീ രക്ഷിക്കപ്പെടണം. തോമാസ് ലീഗ നിരണത്ത് വന്ന് തോമത്ത് കടവ് ഇപ്പൊ അങ്ങനെയൊക്കെയാ. നീ ആ കടവിൽ ഇറങ്ങിയത് കൊണ്ടോ കടവിന്റെ അവിടെ ചെന്ന് കാലിട്ട് അനക്കിയാലൊന്നും ബേബി നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. 4 കുടുംബത്തെ മുക്കിയെന്ന് കള്ളി കാളികാവ് ശങ്കരപുരി പകലോ മറ്റം. എടാ മുക്കുകോ പൊക്കുകോ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അരക്കാജ് മുടക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കൾ, അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, കിണി കൊടുക്കണ്ട, കോഴി വേണ്ട, താറാവ് വേണ്ട, ആട് വേണ്ട, പൂവങ്കൊല വേണ്ട, ഏത്തക്കൊല വേണ്ട, അവൻ കദളി വേണ്ട, ചെങ്കദളി ഒന്നും വേണ്ട. അമ്പിയാർ പറഞ്ഞ പോലെ വച്ച ഒന്നും വേണ്ട. മറ്റത്തിൽ നന്നായി പഴുത്ത നിങ്ങൾക്കറിയത്തില്ല, അല്ല ഭീമൻ പോയപ്പോ കണ്ടതേ മച്ചത്തിൽ നന്നായി പഴുത്ത പച്ചത്തിൽ അങ്ങനെ കണ്ടീടവും പച്ചാരകൾ ഒന്നിട്ടു മലകൾ കൊണ്ടു വിധാനിച്ചിലൊക്കെയും മാലോകരൊക്കെയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിന്റെ ഭൗതിക വസ്തുക്കൾ ഒന്നും വേണ്ട. പെണ്ണമ്മേ നിന്റെ ആടും വേണ്ട, തങ്കമ്മേ നിന്റെ കോഴിയും വേണ്ട. 2 കോഴിയുടെ പടലേക്ക് പിടിച്ചു പോയ ദൈവത്തിന്. പിന്നെ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ നിന്റെ കോഴിയും വേണ്ട, ആടും വേണ്ട, താറാവും വേണ്ട, നിന്റെ പൈസയും വേണ്ട, ഒന്നും വേണ്ട, നിന്നെ മതി. ഇന്ന് രാത്രി ഇരിക്കുന്ന കിടത്ത് കേൾക്കുന്ന കിടത്തിരുന്ന് ഒരൊറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. രക്ഷിപ്പാൻ കഴിവുള്ളവനാ ക്രിസ്തു. നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ ദൈവം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു മാത്രമാ രക്ഷകൻ. ഹല്ലേലൂയ. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ
വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ ഇകത്തിലുണ്ടോ പറക യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ ഇകത്തിലുണ്ടോ പറക. ഇന്ന് രാത്രി ഒരേ ഒരു രക്ഷകൻ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. മടങ്ങി വരാം. അപ്പോൾ ബാധകളാൽ അനേകർ പട്ട് വീഴുന്നത് യോശുവ കണ്ടതാ. പക്ഷെ ആ യോശുവ പട്ടുപോയില്ല. അതിന്റെ വെളിച്ചത്തിൽ യോശുവ പറയാ, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. പാരമ്പര്യം പറഞ്ഞത് കൊണ്ടോ? അച്ഛനുണ്ട്, ചമ്മാച്ചനുണ്ട്, മെത്രാനുണ്ട്, തിരുമേനി ഞങ്ങളുടെ ആളാ, സെൻട്രൽ പാസ് ഞങ്ങളുടെ ആളാ, ഉണ്ണുണ്ണി സാറുമായിട്ട് ബന്ധമുണ്ട്, കുക്കുസായിപ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്ന കാട്ടിൽ ഇപ്പോഴും അങ്ങേര് യാത്ര ചെയ്ത കാളവണ്ടി. കാളവണ്ടി വെച്ചാവല്ലോ നീ സ്വർഗത്തിൽ പോകൂ. ഉണ്ണുണ്ണി സാറ് പിടിച്ച വടി പിടിച്ചാവല്ലോ. പണ്ടൊരുത്തനോട് പറഞ്ഞ വടി കൊണ്ട്, അവൻ വടി ഇട്ട് അവിടെ കിടന്ന് നാട്ടിയിട്ട് ഒച്ചൻ അനങ്ങൊന്നുമില്ല. പുള്ളി മുന്നേ പോയി വടിയെല്ലാം ഇട്ട് റൈറ്റ് നോ എന്ന് പറഞ്ഞു, അനക്കോ ഇല്ല. ദൈവത്തിന് മഹത്വം. ഇത് വടി അങ്ങനൊന്നും കേസല്ല. ഇത് പാരമ്പര്യം കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. നീ രക്ഷിക്കപ്പെട യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യോശുവ ഇതെല്ലാം കണ്ടയാളാ. ആ കണ്ടതിന്റെ വെളിച്ചത്തിൽ പറയുക, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തിലൊരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തിൽ. ഇന്ന് രാത്രി അല്പസമയങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാ. ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? അതാ ഇന്ന് രാത്രി വളരെ ലളിതമായിട്ട് 1-2 കാര്യം പറയാം. ബാധ വരാതിരിക്കാൻ. അപ്പം ബാധ വരാൻ കാര്യം എന്നാ? വരാതിരിക്കുന്ന പിന്നെ ചിന്തിക്കാം, വരാൻ കാര്യം എന്നാ? ഒരു 1-2 വാക്യം വായിച്ചു, വ്യാഖ്യാനിക്കുന്നില്ല, വായിച്ചങ്ങ് വിട്ടേക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം എടുത്തേ, നമുക്ക് അറിവുള്ള വാക്യമാകുന്നില്ല, പെട്ടെന്ന് വായിച്ചു. ബാധ വരാനുള്ള കാര്യം ആവർത്തന പുസ്തകം 28-ന്റെ 58 മുതൽ വായിച്ചേ മോളെ. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാൻ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും. ബാധ വരാൻ കാര്യം അതാ. ഈ ന്യായപ്രമാണത്തിലെ കൽപ്പനകളും ചട്ടങ്ങളും നീ ബന്ധുക്കോസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബ്രദറാ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇവാഞ്ചലിക്കല ഒന്നും ഇവിടെ കേൾക്കുകയല്ല, ഞങ്ങൾ മാർത്തോമായ ഒന്നും കേൾക്കുകയല്ല, ഞങ്ങൾ വത്തിക്കാന്റെ കീഴില, ഇതൊന്നും ഇവിടെ ചെലവാകുകയല്ലെന്നേ, ഞങ്ങൾ അന്ത്യോക്യയുടെ ആയിക്കോട്ടെ, ഇതൊന്നും ഇവിടെ ചെലവാകുകയല്ല. ഇവിടെ ചെലവാകുന്ന കാര്യം പറഞ്ഞ് ഈ തിരുവെടുത്തിൽ തന്നിരിക്കുന്ന പ്രമാണം അനുസരിക്കണം. ഞാൻ പാസ്റ്ററാ, സെൻട്രൽ പാസ്സാ, സെക്രട്ടറിയാ, ട്രഷറാ, കൗൺസിലാ, അച്ഛനാ, ജമ്മാച്ചനാ, കന്യാസ്ത്രീയാ, ഞങ്ങൾ കുടുംബക്കാരാ, തറവാടുകൾ, അതൊക്കെ നല്ല കാര്യം, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ബാധ വരാതിരിക്കണമെങ്കിൽ ഇതിനകത്ത് തന്നിരിക്കുന്ന ന്യായപ്രമാണം ഞാനും നിങ്ങളും അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ സൂക്ഷം ബാധ വരും. ഒന്നുകൂടെ വായിച്ചേ മോളെ, കേട്ടില്ലെന്ന് തോന്നുന്നു എല്ലാവരും.
നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ പലക, ദൈവത്തിന്റെ പലകയും പലകയിലും എടുത്ത് ദൈവത്തിന്റെ എടുത്തും അത് ദൈവത്തിന്റെ വിരല് കൊണ്ട് എഴുതി തന്ന പ്രമാണമാ. ഇത് സ്വർഗത്തിൽ സ്ഥിരമായുള്ള പ്രമാണമാ. ഈ പ്രമാണം ഞാനും നിങ്ങളും അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകൾ നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. ഇതൊക്കെ ദൈവം വരുത്തുമെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ഒരു ബാധ ഉണ്ടാകരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ സന്തതിക്കോ സന്തതിയുടെ സന്താനങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഈ വെട്ടിയാറ് പ്രദേശത്തോ ഇവിടെ പാർക്കുന്ന ഒരു സമീപ ഭവനങ്ങൾക്കോ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ആർക്കും ഒരു ബാധയും വരരുത്. അതുകൊണ്ട് ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വളരെ ലളിതമായ ചില കാര്യം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ട എന്തെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ധ്യാനിക്കുന്ന നിങ്ങൾക്കെല്ലാം മനഃപാഠമാ. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ദീർഘവർഷങ്ങളും ഇസ്രായേലിലെ അടിമകളായി. യോസേപ്പിന്റെ കാലത്ത് വരെ ഇസ്രായേലിലെത്തി ഏതാണ്ട് ദീർഘവർഷങ്ങൾ അടിമകളായി. യോസേപ്പിനെ അറിയാത്തൊരു രാജാവ് എഴുന്നേറ്റെന്ന പുറപ്പാട് 1:8 തോന്നുന്നു. വായിച്ചേ മോളെ, പെട്ടെന്ന് വായിരേ. അനന്തരം യോസേപ്പിനെ അറിയാത്ത പുതിയൊരു രാജാവും ഇസ്രായേലിൽ ഉണ്ടായി. അന്ന് മുതൽ പ്രശ്നവും തുടങ്ങി. യോസേപ്പിനെ അറിയാത്തെന്ന് പറഞ്ഞാൽ യോസേപ്പിന്റെ ദൈവത്തെ അറിയാത്ത. നേരത്തെ പറപോലെ യോസേപ്പിനെ അറിയാൻ കുന്തത്തിനകത്തൊന്നും വന്നില്ലെങ്കിൽ ഇതിപ്പോ പിന്നെ ഈ കാലത്തിൽ ഇതൊക്കെയാ എല്ലാവരും ചെയ്യുന്നത്. ഇതിലൊന്നും വരാത്ത പരമാർത്ഥികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അല്ല, അവർക്ക് ഇതിനകത്ത് വരണമെന്ന് ആഗ്രഹവുമില്ല. നമുക്ക് ആഗ്രഹം തെളിഞ്ഞ് ചിലടത്ത് പാട്ടുകാർ ഇവര് പിന്നെ മര്യാദക്കാരാ. പാട്ടുകാർ വരും ആ വീഡിയോ എടുക്കുന്നത് തന്നെ അവൻ അവര് കിടന്ന് കുഴയ എടുക്കണം. ചിലക്ക് പേര് പറയണം. പേര് കൂടെ വെട്ടിയാർ ജോൺസൺ. എന്തിനാ പറയാൻ? പുള്ളി പറഞ്ഞല്ല. പടവും പേരും ഒക്കെ എന്തെല്ലാം കൃത്രിമങ്ങളാ കാണിക്കുന്നേ. ഇതൊന്നും അറിയാത്ത പരമാർത്ഥികൾ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പം ഈ തെളിഞ്ഞു നിന്നത് പലതും മങ്ങി നിൽക്കും. ഭൂമിയിൽ ഇപ്പം നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന പല ആൾക്കാരും മങ്ങുവന്ന്. ഇവിടെ ഇപ്പൊ തെളിയാതെ നിൽക്കുന്ന പലരും സ്തോത്രം. ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നത്. 1-ാം പ്രതി ഞാനാ. സ്തോത്രം. ഇവിടെ നമ്മളെ പിരിഞ്ഞും മുന്നവികം ഗമിച്ച വിചൂതരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നവികം ഗമിച്ച വിചൂതരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. ഓ അരുണ തുല്യമൂതി വിളഞ്ഞിടും പല പല പ്രിയ മുഖങ്ങളെ. അരുണ തുല്യമൂതി വിളഞ്ഞിടും പല പല പ്രിയ മുഖങ്ങളെ. മോക്ഷ
യോസേഫിനെ അറിയാത്ത രാജാവ് അന്ന് മുതൽ പ്രശ്നം തുടങ്ങി. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഇവരുടെ ജീവനെ കയ്പാക്കി. മാത്രമല്ല ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാതെ നമുക്കറിവുള്ള കാര്യമാണ്. അവരുടെ ജീവനെ കയ്പാക്കി. ഊടിയ വിചാരകന്മാർ ഇവരെ പീഡിപ്പിക്കുന്നു. സൂതി കർമ്മണികളോട് നിർദ്ദേശം കൊടുത്തു, എബ്രായ കുഞ്ഞുങ്ങളെ കൊല്ലണം, ആൺകുട്ടികളെ. അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇവർ ദൈവത്തോട് നിലവിളിച്ച് ഇവരെ ഉത്തരിക്കുവാൻ ദൈവത്തിന് തിരുവള്ളമുണ്ടായി. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയൊക്കെ ദൈവം ഓർത്തു, കൊടുത്ത വാഗ്ദത്തങ്ങളും ഓർത്തു. അബ്രഹാമിനോട് 15-ാം അധ്യായം ഉൽപ്പത്തി 15 പറഞ്ഞല്ലോ, 4-ാം തലമുറക്കാർ ഇതിലേ കൂടെ മടങ്ങി വരും. 15-16 വായില് ഏകപക്ഷീയമായ ഉടമ്പടി പ്രകാരം അബ്രഹാം ആ യാഗം കഴിച്ചത് ഉൽപ്പത്തി 15 യാഗത്തിന്റെ ഒടുവിൽ ഒരു ഗാഠനിദ്രയൊക്കെ വന്ന് ഒരു തീച്ചൂളയൊക്കെ കണ്ടു. അപ്പോൾ അതിന് നടുവിൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ച ഭാഗം എല്ലാം വായിക്കേണ്ട 16-ാം വാക്യം വായിരുമോളെ. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം ദൈവമോർത്തു. സമയമായി, അമോര്യരുടെ അതിക്രമം തികയാറായി. സമയമായതുകൊണ്ട് ദൈവം തമ്പുരാൻ ഇവരെ ഉത്തരിക്കുവാൻ അവൻ മോശയെ തെരഞ്ഞെടുത്തു. മോശയെ മുഖാന്തരം ഇസ്രായേൽ മക്കളെ മിസ്രയീമിന് പുറപ്പെടുവിക്കുക. പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ടും ഫറവോന് മാനസാന്തരമില്ല. ഫറവോൻ ഹൃദയം കഠിനമാക്കിയെന്ന ഓരോ ബാധ വരുമ്പോഴും പ്രാർത്ഥിക്കും, ബാലമാറും. ഫറവോൻ തന്നെത്താൻ തന്റെ ഹൃദയം കഠിനമാക്കി. തന്നെത്താൻ ഹൃദയം ഇവൻ കഠിനമാക്കിയപ്പോൾ ഒടുവിൽ ദൈവം കഠിനമാക്കി. ദൈവം ഇവന്റെ ഹൃദയം 14-8 ഒന്ന് വായിച്ചേ മോളെ. പുറപ്പാട് 14:8 പെട്ടെന്ന് വായിച്ചു. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. ദൈവം ഇവന്റെ ഹൃദയം കഠിനം. ഇവൻ 6 പ്രാവശ്യം അവസരം കൊടുത്തലാ. അന്നേരമല്ല ഇവൻ തന്നെത്താൻ അങ്ങ് കഠിനമാക്കുക. സഹോദര, ഇന്ന് രാത്രി നിനക്ക് അവസരം ദൈവം തന്നിരിക്കുക. മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് കഠിനമാക്കരുത്. സ്തോത്രം. ഇന്ന് രാത്രി ഹൃദയത്തിനൊരു അലിവുണ്ടാകട്ടെ. കല്ലായ എന്നുള്ളം വൻഭാരത്താൽ എല്ലാം നശിച്ചു ഞാൻ താളടിയ തേടി വന്നേശു ഇന്നെനിക്കായി വീണും ഒരുക്കി എൻ നിത്യതയ്ക്കായി. തേടി വന്നേശു ഇന്നെനിക്കായി വീണും ഒരുക്കി എൻ നിത്യതയ്ക്കായി. ഇസ്രായേലിൻ ദൈവം രക്ഷകനായി സ്വർഗത്തിൽ വാഴുന്നുണ്ടക്ഷയനായി. ഇസ്രായേലിൻ ദൈവം രക്ഷകനായി സ്വർഗത്തിൽ വാഴുന്നുണ്ടക്ഷയനായി. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ കഠിനമാക്കരുത്. ഹൃദയത്തിന് അലിവുണ്ടായിരിക്കണം. 6 പ്രാവശ്യം ഫറവോൻ ഹൃദയം തന്നെ താൻ കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് 6 എന്നുള്ളത് മാനുഷിക സംഖ്യ. 6 മാനുഷികമാ. 7 പൂർണ്ണത ദൈവത്തിൻ്റെതാ. ഇവന് 6 അവസരം കൊടുത്തു. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. 6 പ്രാവശ്യം കൊടുത്തു. ഇവൻ ഗുണമാകുന്നില്ല. അവൻ അന്നേരം പിന്നെ ഒഴിവ് കഴിവ് പറയുക. അപ്പൊ തമ്പുരാന് മനസ്സിലായി ഇനി ഇവനെ വെച്ചിട്ടും വലിയ കാര്യമൊന്നും. അതുകൊണ്ട് ദൈവം 7ാമത് ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. 7 പൂർണ്ണത ദൈവത്തിൻ്റെതാ. ഒന്നുകൂടെ വായിച്ചോ 14:8. രഥങ്ങളെയും ഇവന് ഇറക്കിയെന്നാ. 14:8 അല്ല, അതിന്റെ 16 എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീമിൽ അവരെ പിന്തുടർന്നു. ദൈവം ഇറക്കിച്ചതാ. ഇവന്റെ സകല കുതിരയും കുതിരപ്പടയും ദൈവം കഠിനമാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ദൈവം പുറകെ. നമ്മളെ വെറുതെ വന്ന് ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. ഓർത്തോണം, ദൈവം കഠിനമാക്കി വെച്ചിരിക്കുക. വരാൻ പോകുന്ന കാര്യം കണ്ടോണം. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും.
സതതം ജയം പാടും പരമനും പരിചോടു അപ്പൊ ശ്രദ്ധിക്കുക, ഇവൻ പിന്നാലെ പോവുക, പിടിക്കും, പിന്തുടരും. 15:9 വായിര്. ഫറവോന്റെ എല്ലാ കുതിരയും 15:9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുന്ന ശത്രു പറഞ്ഞു. പറഞ്ഞതിലേക്ക് നടക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരോ ഒത്തിരി ഉണ്ട്. പിടിക്കും, അടിക്കും, മുടിക്കും. സ്തോത്രം. അടിക്കും തോറും വീര്യം കൂടുക എന്ന് ഓർത്തോണം. ഇവന് പുറകെ വരും, പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് പുറകെ വരികയാ. ദൈവം തമ്പുരാൻ ഒരു ചെറിയ പണി അങ്ങ് നടത്തി. ചെങ്കട തീരത്ത് വന്ന് ദൈവം തമ്പുരാൻ സ്വർഗത്തിലെ സഭ കൂടി കോടിക്കണക്കിന് ദൂതന്മാർ നിൽക്കുകയല്ലോ. ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടി. അയ്യോ, ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നിച്ച് പറഞ്ഞ ഒരടി കൊടുത്തേക്കാൻ പറഞ്ഞ് കടലിനിട്ടൊരടി. ഈ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുമെന്ന കോടി ദൂതന്മാരാ. ഒറ്റയടി. പണ്ടൊരുത്തനൊരുത്തനിട്ട് അടിച്ചപ്പോൾ 1,85,000 അവിടെ തീർന്നു. വേറൊരുത്തനിട്ട് അടിച്ചപ്പോൾ അവൻ അന്നേരം കൃമിക്കരയായി. പിന്നെ ഗുഹയ്ക്കകത്ത് ചെന്നപ്പോൾ സിംഹം അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ അതുങ്ങൾ ഫാസ്റ്റിങ്ങാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുത്ത സിംഹത്തോട് പറഞ്ഞു കാണാൻ എഴുതിയിട്ടില്ല, നാളെ നല്ല ഫുഡുണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഉദ്ദേശം ഉള്ളത് കൊണ്ട് ഫാസ്റ്റിങ്, പുള്ളിയും ഫാസ്റ്റിങ്. ഞങ്ങൾ നാളെ രാവിലെ നിനക്ക് മട്ടൻ വേണമെന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, എനിക്ക് മട്ടനോട് താല്പര്യമില്ല, മനുഷ്യൻ്റെ വല്ലതും കിട്ടാൻ സാധ്യത. അവൻ നാളെ രാവിലെ എല്ലാത്തിനും കൊടുത്തല്ലോ. സ്തോത്രം. അവിടെ ദൂതൻ ഇറങ്ങി. അതുകൊണ്ടാണ് ദാനിയേൽ കരക്കോട്ട് കയറി എൻ്റെ ഭാഷയെ കൈയടിച്ചു പറഞ്ഞ് രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. രാജാവ്, സിംഹങ്ങൾ എനിക്ക് കിട്ടിയോ മോളെ വാക്യം? വായിക്കു വച്ചേ, നോക്കിയിരിക്കാതെ. ജീവനുള്ള ദൈവത്തിന്റെ ദാസനെ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അടുത്തത് ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസായിട്ടിരിക്കട്ടെ. രാജാവിന് ദീർഘായുസ്. പക്ഷേ പോട്ടെ, ദീർഘായുസ് ഉണ്ടാകട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും സിംഹത്തിൻ കൂക എനിക്കെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തണമേ എന്നെ, വീഴാതെ നിർത്തണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തണമേ എന്നെ, വീഴാതെ നിർത്തണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ചുരുക്കി പറഞ്ഞ ദൂതനെ ഇറക്കി ചെങ്കടലിനെ അടിച്ച് പരിപാടി ഒരുക്കി ദൈവം മറുകര കയറ്റി. ദൈവത്തിന് മഹത്വം. ആട്ടെ, നമുക്ക് മടങ്ങി വരാ. അപ്പോൾ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക. ഈ മിസ്രയീമിൽ നിന്നൊരു പുറപ്പാടുണ്ട്. ഒടുവിലത്തെ ബാധ അയക്കാൻ പോകുക, സംഹാരബാധ. ആ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ വായിച്ച കുറുവാക്യം, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. മിസ്രയീമിൽ ഒരു ബാധ വരാൻ പോകുക, സംഹാരബാധ. ആദ്യജാതന്മാർ അവൻ മാറ്റപ്പെടാൻ പോകുക. പക്ഷേ ഈ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, വീടൊന്നിനൊരാട്ടിൻകുട്ടി. ഏതാണ്ട് 6,03,381 ആട്ടുകൊറ്റനെ വേർതിരിച്ചെന്ന ഒരു കണക്ക് ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുകയും മാറുകയും ചെയ്യും. അത് പറഞ്ഞ് വേറൊരു സഭയുണ്ടാക്കരുത്.
വീടൊന്നൊരു ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. എപ്പോഴും പറയുന്ന കാര്യമാ. കാണുന്ന ആടിനെ പിടിച്ച് കണ്ടിക്കാൻ വ്യവസ്ഥയില്ല. എന്താ ആട്ടിൻകുട്ടിയുടെ യോഗ്യത? 12:5 വായിരേ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അടുത്തത് അത് ചെമ്മരിയാടോ കോലാടോ? ഈ മാംസം 14-ാം തീയതി അല്ല കൊച്ചേ, ചെമ്മരിയാടോ കോലാടോ ആകാം. അതിനോട് ആടിനോട് വലിയ താല്പര്യം ഇല്ലയോ? അപ്പൊ ശ്രദ്ധിച്ചേ, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. എല്ലാം വിവരിക്കുന്നില്ല. ഊനമില്ലാത്ത ആട്ടിൻകുട്ടി മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു. കടന്നു പോകുന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുക, താണ്ട ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഇതോ ലോകപാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ കുഞ്ഞാട് നസറയനാകുന്ന യേശുക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യും. എത്ര കോടതി മാറി മാറി വിസ്തരിച്ച ഒരു കുറ്റവും കണ്ടില്ലല്ലോ. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി വെച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഭാര്യയ്ക്ക് രാത്രിയിൽ ദർശനവും വിവശതയും വന്നിട്ട് പറഞ്ഞു, നീതിമാന് വിരോധമായി ഒന്നും ചെയ്തേക്കരുത്. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു, എടാ നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിലാണെങ്കിൽ തൂങ്ങപ്പെട്ട് കിടക്കുക. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവിന്റെ തിരുമരണ സമയത്ത് പേറ പിളർന്നു, ഭൂമി കുലുങ്ങി, ആ കല്ലറകൾ തുറന്നു. യെരൂശലേം ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് 2ആയിട്ട് ചീന്തി. പറ പിളർന്നു, പാനിലകന്നു, പാവനമൃതുരുയിരാർന്നുക. പറ പിളർന്നു, പാനിലകന്നു, പാവനമൃതുരുയിരാർന്നുക. ഇരുകയായി തിരുശീലയിൽ തൻ മൃതി നേരം സൂര്യനിരുന്നു. ശീലയും തൻ മൃതി നേരം സൂര്യനിലുണ്ടോയെന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. കല്ലുറ്റത്തലേശം കാണുന്നില്ലീ മനുജനിലം മുരകൈതുക. കല്ലുറ്റത്തലേശം കാണുന്നില്ലീ മനുജനിലം മുരകൈതുക. മരണമതി വിധി എഴുതിയ ദിവനെ പ്രതിമാസം ഭൂവിൽ അത്ഭുതം. മരണമതി വിധി എഴുതിയ ദിവനെ പ്രതിമാസം ഭൂവിൽ അത്ഭുതം. പാറപ്പിളർന്നു, പാരിളകന്നു, പാവനമൃദുരുയിരാർന്നുക. കീറുകയായി തിരുശീലയും മൃതി നേരം സൂര്യനിരുണ്ടുപോയി. കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി. മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു, ഇതിനെതിരായി നോക്കിടും. മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു, ഇതിനെതിരായി ഓതിടും. പ്രതിബോധം ലവമുള്ളോരെല്ലാം അടിമണിയും തൻ സന്നിധവും. പ്രതിബോധം ലവമുള്ളോരെല്ലാം അടിമണിയും തൻ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല. ജയ ജയ നിസ്തുല ക്രിസ്തു രാജൻ, ജയ ജയ നിർമ്മല. ജയ ജയ കോശം തുടരുക ജനമേ, ജയ തരുനാഥന് സ്തോത്രമേ. ജയ ജയ കോശം തുടരുക ജനമേ, ജയ തരുനാഥന് സ്തോത്രമേ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, ഒരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശുക്രിസ്തു. അതാ ഈ കുഞ്ഞാട്. അധികം വിവരിക്കുന്നില്ല, സമയത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ആ കുഞ്ഞാടനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് കണ്ടിച്ച് അറുത്ത് അതിൻ്റെ രക്തം ആ ഒരു കിണ്ണത്തിലെടുത്ത്, നമുക്കറിയാമല്ലോ ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടിലൊക്കെ രണ്ടിലും രക്തം പുരട്ടണം, ബാധ വരികയില്ല. ഇന്ന് രാത്രി ഒറ്റ വാക്കി പറയാം, ബാധ വരാതിരിക്കാൻ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നീ കഴുകപ്പെടണം.
അതിന് തിരുമുൽക്കാഴ്ച ഒന്നും കൊണ്ട് വെക്കണ്ട. മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. സ്തോത്രകാഴ്ച ഇവിടെ കൊണ്ടുവെക്കണ്ട. 101 രൂപയോ 501 രൂപയോ 51 രൂപയോ ഒന്നും ഇവിടെ വേണ്ട. വെളുത്ത തുണിയും കൊണ്ടുവരണ്ട, കറുത്ത തുണിയും കൊണ്ടുവരണ്ട, മഞ്ഞത്തുണി കൊണ്ടുവരണ്ട, വെള്ളത്തുണി കൊണ്ട് ഇതൊന്നും ഇവിടെ വേണ്ടെന്നേ. തുണി കൊടുത്തോണ്ട് കഴിഞ്ഞിട്ട് വരാവുള്ളൂ. കടന്ന കിടപ്പിൽ തന്നെ ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. നിന്റെ കയ്യിലൊന്നും കാണുക വേണ്ട. നീ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചാൽ മതി. എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണം. എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് വരണം. എൻ്റെ സകല പാപങ്ങളും ഒന്ന് മോചിക്കണേ. അല്ല, ദൈവത്തിന് എന്തിനാ ഈ തുണിയും മണിയും കണിയല്ല? അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വല്ല വെക്കോ. വായിച്ചേ മോള്, മീഖ 6:6 വായിച്ചേ. മീഖ 6:6 പെട്ടെന്ന് വായിച്ചേ. എന്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്. എന്തായി തുറന്നവരെ വായിക്കാനും താമസിക്കുന്നേ? വായിച്ചോ. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്. എന്തോന്നും കൊണ്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്? അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? കാളയാടും മാടുമായിട്ട് അങ്ങോട്ട് ചെല്ലണോ? നിന്റെ ആടും വേണ്ട, മാടും വേണ്ട. ഇവിടെ കാട്ടിൽ ഇഷ്ടം പോലെ കാട്ടുപോത്തും മൃഗങ്ങള് ലക്ഷക്കണക്കിന്. അന്നേരം നിന്റെ ചൊരത്താത്ത 2 ആട് ചൊരത്തുനിന്ന് പോലെ ചൊരത്താതിരുന്ന് പറഞ്ഞ് ദൈവത്തിന് കൊടുത്തേക്കാന്ന്. കാരണം പുള്ളി അമ്മ പിടിഞ്ഞ ആവശ്യമല്ലത്. വെട്ടുപാദം വന്നൊരു കന്നാലി, വസന്ത വന്ന 2 കോഴി. നല്ലൊരു നല്ല പറഞ്ഞ തൂങ്ങി നിൽക്കുന്നത് അവിടെ കൊടുക്കാത്തതിൻ്റെയാന്ന്. ജോടി നല്ല കോഴി അവിടെ കൊടുക്കാത്തല്ല, അതിന് മഞ്ഞൾ വെള്ളം കലക്കി കൊടുക്കണം. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ലെന്നേ. നിന്റെ വസ്തുവും വേണ്ട, ഒന്നും വേണ്ട. അല്ല, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് തന്നെ എടുക്കാനാ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടാക്കിയവനാ ദൈവം. ചൊന്നുടൻ വാക്ക് മൂലമെന്ന് വനവിധവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശതപ ഭിന്നമെന്ന മുഖപറന്നു. പൂജനകേജന പക്ഷികളൊക്കെയുമായി പക്ഷികളൊക്കെയുമായി തന്നെയും പോയ ജനങ്ങളും അപ്പൊഴുതേക്കുടനായി നേരെ മറിച്ചു നായകനീകിയൊരല്ലകളിൽ നിലയായി തന്നെയും തൃണങ്ങൾ പല മൃഗങ്ങൾ വിത്തുണ്ടാക്കും മദീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൽ അവർ തൃണങ്ങൾ പല മൃഗങ്ങൾ വിത്തുണ്ടാക്കും മദീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൽ അവനെന്ന് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ട് ദീനമാറി നൂടസത്ത് വനങ്ങളവകളുടെ മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ട് ദീനമാറി നൂടസത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സകല മൃഗസഞ്ചയങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനെടുക്കൽ നീ എന്തിനാ ഹോമയാഗത്തും കഴിക്കേണ്ടതിന് ഒരു കാളക്കിടാവിന് ഒരു ആട്ടുകൊറ്റനെ കൂടെ അങ്ങോട്ട് ചെല്ല് എന്തോന്നും കൊണ്ട് ചെല്ലും? ആയിരം ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും ഇവിടെ അടിയിൽ കൂടെ തൈല നദി ഒഴുകുക. പിന്നെ നിന്റെ പിണ്ണതൈലം വേണോ? എന്നാ നിങ്ങൾ പേടിച്ചിരിക്കുന്നത് പോലെ തൈല നദി ഒഴുകിക്കൊണ്ടിരിക്കുക ദൈവം. അന്നേരാ നീ പിണ്ണതൈലോ ആയിട്ട് നിന്റെ പിണ്ണതൈലവും വേണ്ട, ബലാ കുളിച്ചാതി ഒന്നും വേണ്ട. ഇതവിടെ കൊണ്ട് കൊടുത്തിട്ട് കാര്യവുമില്ല. മോളെ, തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും നരബലിയും വേണ്ട. നീ കോഴിയുടെ പടലിയും കണ്ടിക്കണ്ട, ആടിന്റെ പടലിയും കണ്ടിക്കണ്ട, മനുഷ്യന്റെ പടലിയും കണ്ടിക്കരുത്. ഒരു തള്ള എവിടാ, ഒരു പന്നത്തള്ള ഇവിടെ സ്ഥലവും മറന്നുമില്ല, എലന്തൂര് അവിടെ പേരെന്നാ, സുഹാസിനി എന്നെ
ശൈലമ്മ എന്തുവാ രാധാമണിയോ? നിങ്ങളുടെ ഏരിയ അലന്തൂര് ലൈല. അതാ ലൈല. കുഞ്ഞുങ്ങളെയും കുരുതി കൊടുക്കണ്ട, പ്രായമുള്ളവരെയും കുരുതി കൊടുക്കണ്ട. മനുഷ്യക്കുരുതി ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. മനുഷ്യൻ അന്യോന്യം കത്തിക്കുത്തും തമ്മിത്തല്ലും ഉണ്ടാക്കരുത്. ജാതിയുടെ പേര് പറഞ്ഞ്, മരത്തിന്റെ പേര് പറഞ്ഞ്, അനുഗ്രഹത്തിന്റെ പേര് പറഞ്ഞ്, രക്ഷപ്പെടുമെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. അത് കുഞ്ഞുങ്ങളെ വയറ്റി വെച്ച് നശിപ്പിക്കരുത്. അബോർഷനെ ചെല്ലു പറയാനുണ്ട്, ഈ കൊച്ചി ജനിച്ചാൽ നിങ്ങളുടെ കുടുംബം മുടിവൻ ഉടനെ ടിഷ് നീ മുടിയും. മക്കളോകവാതിരുന്ന അവകാശ ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് നശിപ്പിക്കരുത്. മക്കളെ ദൈവം തരുന്നതാ. ഒരു സന്തോഷത്തോടെ വാങ്ങണം. കുറെ ആൾക്കാർ അങ്ങനെയുള്ള മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ചില ലൊട്ടിലൊടുക്ക്. ഈ കൊച്ചി ജനിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ദോഷമാ. കൊച്ചി ജനിക്കുന്നതിന്റെ 10ാം ദിവസം അപ്പം തട്ടിപ്പോകും. പോടാ. നീ കുഞ്ഞുങ്ങളെ കൊല്ലരുത്, പ്രായമുള്ളവരെയും കൊല്ലരുത്. പ്രായമുള്ളവരെ ചെല്ലു പറയണ്ട, പക്ഷേ പ്രാർത്ഥിക്കണ അമ്മച്ചി. എൻ്റെ വലിയമ്മച്ചി ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഈയിടെ 107 വയസ്സുണ്ട്. ഈ അടുത്ത സമയത്ത് ആശുപത്രിയിൽ 5 ദിവസം കിടന്നത്. ഒരു കുഴപ്പമില്ല, അസുഖങ്ങളൊന്നുമില്ല, വീട്ടിലുണ്ട്. വരിക എന്നെ കാണിക്കാം. 107. ഇപ്പം ചില ക്ഷീണമായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ട്യൂബൊക്കെ ഇട്ട് മൂക്കിക്കൂടായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഏതായാലും വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അമ്മച്ചി ചാകുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നു. മക്കളും കൊച്ചുമക്കളും ഒക്കെ പലയിടങ്ങളിലുണ്ട്. എല്ലാവരും വന്ന് കണ്ടു. പിന്നെ ഞാൻ നല്ല എഴുന്നേറ്റിരുന്ന് പൊടിയരിക്കഞ്ഞ് കുടിച്ചു. ഞാനും പറഞ്ഞു കൊടുക്കാവുന്നതെല്ലാം കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കി, അച്ചാച്ചൻ്റെ പെങ്ങളുണ്ട്, അതും കൊണ്ട് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? അല്ല, എന്നാൽ അങ്ങേയറ്റം പറ്റി ഭാഷയെ പ്രാർത്ഥിയിരുന്നു. അല്ലേ അന്തി ഇപ്പം വേണ്ട, ദൈവം പറഞ്ഞ സമയം പരിധിക്കട്ടെന്ന്. പല ആൾക്കാരും അങ്ങ് പ്രാർത്ഥിക്കുക ഭാഷയെ ദൈവഗീതത്തിന്. ആയുസ് തന്നത് ദൈവമാണ്. ആയുസ് പൂർത്തീകരിക്കുന്നത് വരെ ഭൂമിയിൽ ജീവിക്കണം. ആത്മഹത്യ ചെയ്തതുകൊണ്ട് നിന്റെ രക്ഷപ്പെടുകയല്ല. കുഞ്ഞുങ്ങളെ കൊല്ലരുത്, പ്രായമുള്ളവരെ കൊല്ലരുത്, ആരെ ഉപദ്രവിക്കരുത്, തമ്മിത്തല്ലുണ്ടാക്കരുത്, മതത്തിൻ്റെ, ജാതിയുടെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ട് വേണ്ട ഗുസ്തി ഉണ്ടാക്കരുത്. നീ ദൈവത്തെ ഭയപ്പെട്. അതാ എൻ്റെ ആദിജാതൻ എന്റെ തലമുറയെ വായിച്ചേ. എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ഉദരഫലത്തെയും കൊടുക്കണം. ഇതൊന്നും വേണ്ടെന്ന്. അടുത്ത വാക്യം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കണം. കേട്ടോ, പെന്തുക്കോസുകാരുടെ കൂടെ ന്യായം. ചേട്ടനോ അനിയനോ പെങ്ങൾക്കോ അനിയത്തിക്കൊക്കെ കൊടുക്കാനുള്ളത് വക്രിച്ചെടുക്കരുത്, കള്ളയാധാരം ഉണ്ടാക്കരുത്. അപ്പം ജാകാൻ കിടക്കുമ്പോൾ വെണ്ടർ കുഞ്ഞുഞ്ഞിനെ കൊണ്ടുവന്ന് തള്ളവരല്ല. നമുക്ക് നിന്റെ സന്തതിക്ക് പോലും ഗുണം വരികയല്ല. ചേട്ടനോ അനിയനോ പെങ്ങളോ അനിയത്തിയോ ആർക്ക് കൃത്യമായിരിക്കണം. ചതിക്കരുത്, വഞ്ചിക്കരുത്, ന്യായമായിരിക്കണം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാ. മനസ്സിലാകുന്നുണ്ടോ? കള്ളയാധാരം ഉണ്ടാക്കി ഏലവനെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിനക്ക് മുടിവുണ്ടാകാൻ പോവുക. അതുകൊണ്ട് ആധാരം തിരുത്തിയേച്ച് തിരുത്തുമ്പോൾ എല്ലാവരും അറിയുമല്ലോ അല്ലേ. എടാ, സക്കായി മാനസാന്തരപ്പെട്ടപ്പം ക്രൂസൈഡ് വെക്കാന്നല്ല പറഞ്ഞേ. ആണോ? ജനറൽ കൺവെൻഷൻ നടത്താന്നോ? അയ്യോ, സക്കായി പറഞ്ഞത് 4 ഇരട്ടി. അതാ മാനസാന്തരം. കൈവെടിപ്പായിരിക്കണം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മനുജാ, നീ ധനമതു നിനയാതെ മനുജാ, നീ ധനമതു നിനയാതെ മനുജാ, നീ ധനമതു നിനയാതെ മനുജാ.
വരുമേ നിന്റെ പണം നോടി നേരം പിരിയുമ്പോൾ ക്ഷണം പൊടി ചാരം ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ല പരനെ വേഗം ശരണമാക്കി മരുവിടണം തരുണിയിൽ മനുജ നീ ധനമതു നീനയാതെ മനുജ. അപ്പൊ ഇന്ന് രാത്രി നീ ചെയ്യേണ്ടത് ന്യായം പ്രവർത്തിച്ച് നീതിയോടെ ദൈവത്തെ ഭജിക്കണം. സഭാപ്രസംഗി 12:13 ചേർത്ത് വായിച്ചോ. പെട്ടെന്ന് ഞാൻ നിർത്താൻ പോവുക. നിർത്താം. നിങ്ങൾ ഞാനും കണ്ട ഇപ്പൊ നിർത്തുക. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും. സകല മനുഷ്യനും. അല്ലാതെ നരബലി നടത്തിക്കൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. ദൈവത്തെ ഭയപ്പെടണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒറ്റവാക്കി പറയാം, ഈ കുഞ്ഞാട് യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. ആ കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. ബാധ വരാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം രക്ഷ. 2 വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. 15:26 വായിച്ചേ. പുറപ്പാട് ബാധ വരാതിരിക്കാൻ 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഇത് പുറപ്പാട് 15:26 കൊടുത്തിരിക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ 15:22 ഒന്ന് വായിച്ചേ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്തവർ ഷൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറ്. മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞിരുന്നത് കൈപ്പുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തും യഹോവയോട് അപേക്ഷിച്ചു. വൃക്ഷം കാണിച്ചു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനെ പരീക്ഷിച്ചു. ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രധാനമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും വരത്തില്ല. അപ്പൊ 22 മുതൽ പഠിക്കുമ്പോൾ അനന്തരം. അപ്പോൾ 15-14 പഠിക്കുമ്പോൾ ഇവര് ചെങ്കടൽ കടന്നവരാ. ചെങ്കടൽ കടന്ന് മുൻപോട്ട് വന്ന ജനത്തോട് 26 പറയുക, ഒരു ബാധയും നിന്നെ കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ ബാധ കേൾക്കാതിരിക്കാൻ 1 ചോരത്തളി ആചരിക്കണം, രക്ഷ. 2 ബാധ വരാതിരിക്കാൻ ചെങ്കടൽ കിടക്കണം, അത് സ്നാനം. ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിമജ്ജന സ്നാനമെടുത്ത് ദൈവത്തിന്റെ പൈതല് നിനക്കൊരു ബാധയും ഏക്കത്തില്ല. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനുള്ള ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. ദൈവത്തിന് മഹത്വം. ഇസ്രായേൽ മുഴുവൻ സ്നാനപ്പെട്ട് കൊരിന്ത്യർ ലേഖനം 10 വായിപ്പിക്കുന്നില്ല 1 മുതൽ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അങ്ങനെയെങ്കിൽ അത് സ്നാനത്തെ കാണിക്കുന്നതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ബാധ വരാതിരിക്കാൻ 1 രക്ഷിക്കപ്പെടണം, 2 വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനം പെന്തിക്കോസ്കാരുണ്ടാക്കിയതല്ല, ദൈവത്തിന്റെ പ്രമാണമാണ്. 3 ബാധ വരാതിരിക്കാൻ 25-21 വായിച്ചേ. സംഖ്യാപുസ്തകം, ശമൂവേലിന്റെ 1-ാം പുസ്തകം. ഞാൻ വാക്കി നിർത്തുക, വിശദീകരിക്കുന്നില്ല. ഇതുകൂടെ കേട്ടേച്ച് പോയി. ഏതായാലും ഈ തെറ്റം വന്നതല്ലയോ. 24-21 ശമൂവേലിന്റെ 2-ാം പുസ്തകം 24-21. മൈക്ക് കൂടെ വായിക്കേ. ആകയാൽ നീ എന്റെ ശേഷം എന്റെ സന്തതിയെ നിർമൂലമാക്കി എന്റെ പേർ നിന്റെ പിതൃഭവനത്തിൽ നിന്ന് മായ്ച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 24-21. ഞാൻ ഒന്നാണോ മോളെ പറഞ്ഞേ? സോറി, 2-ാം പുസ്തകം. പെട്ടെന്ന് വായിച്ചു. യജമാനനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അർവ്വേന ചോദിച്ചതിന് ദാവീദ് ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ. ഇത് ദാവീദ് രാജാവും അരവനയും തമ്മിലുള്ള സംസാരമാ, വിശദീകരിക്കുന്നില്ല. ബാധ വന്നിങ്ങനെ ചുറ്റി ആൾക്കാർ പടപെടാനും തകർന്നു പോകുക. അപ്പോൾ ചെന്ന് പറഞ്ഞു, ഈ കളം എനിക്ക് തരണം. അപ്പൊ പറഞ്ഞത് എടുത്തോ. ഇല്ല, കൂലി തരാം, വെറുതെ വേണ്ട, ഞാൻ ചെലവ് കൂടാതൊന്നും യാഗം കഴിക്കുകയല്ല, കളം തരാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അതെന്തിനാന്ന് ചോദിച്ചാൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കാൻ.
ചുരുക്കി പറഞ്ഞ യാഗപീഠം ആരാധനയെ കാണിക്കുന്നതാ. അങ്ങനെ യാഗപീഠം പണം ആരാധിച്ചു. ഇനി 25-ാം വാക്യം വായിച്ചോ, വിവരിക്കുന്നില്ല, വായിര്. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. ദൈവത്തിന് യാഗപീഠം പണിയണം. യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. പിന്നെ അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ട് ഇസ്രായേലിനെ വിട്ടുമാറി. ഇന്ന് രാത്രി ബാധ വരാതിരിക്കാൻ ദൈവത്തെ ആരാധിക്കണം. 1, ബാധ വരാതിരിക്കാൻ രക്ഷിക്കപ്പെടണം. 2, ബാധ വരാതിരിക്കാൻ നീ സ്നാനപ്പെടണം. 3, ബാധ വരാതിരിക്കാൻ ദൈവത്തെ ആരാധിക്കണം. എല്ലാരും പാട്ട് പാടി ആരാധിക്കുമ്പോൾ സഭയ്ക്കകത്ത് ഉമ്മ നത്തിരിക്കുമ്പോൾ ഇരിക്കുന്നവന്മാരുണ്ട്. എല്ലാരും പാട്ട് പാടി ഇവൻ വന്നിരിക്കാവൂ ഈ കൊളക്കരയെ കൊക്കിരിക്കും പോലെ. അവൻ കൈയടിക്കത്തുമില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. നീ ഇപ്പൊ അടിക്കുവൊന്നും വേണ്ട. ദൈവത്തിന് മഹത്വം. എടാ സഭയുടെ കമ്മിറ്റി സെക്രട്ടറി ഞാൻ പറയുന്നില്ല. നീ ആരാടിച്ച സഭാകോളി വന്നാൽ ദൈവത്തെ ആരാധിക്കാനാ? ചിലരിക്കുന്നുണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക്? എന്തിനാടാ നീ വരുന്നേ? ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചതാ. വണ്ടിയില്ലാഞ്ഞിട്ടാന്നോ, റോഡിൽ കൂടെ പോകാഞ്ഞിട്ടാന്നോ, അപകടം നടക്കാഞ്ഞിട്ടാന്നോ? വന്നവരെ ദൈവം വിടുവിക്കട്ടെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ മലയ്ക്ക് പോകാഞ്ഞിട്ടാന്നോ, കടുവായില്ലാഞ്ഞിട്ടാന്നോ? ആണോ? എല്ലാവരും ബൈബിളിന്റെ സിപ്പിട്ട് ഇപ്പൊ അവിടെ ഇരിക്കുന്നല്ലേ, കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ മതി. ദൈവത്തെ ആരാധിക്കേ. അങ്ങോട്ട് എന്ന് വെച്ചാൽ 2 ഉണക്കച്ചപ്പാത്തി വെച്ച് വേണ്ട കിടക്കുന്ന പറഞ്ഞ് കിടക്കാനല്ലേ അവിടെ ഇരി. ദൈവത്തിന് മഹത്വം. നീ ദൈവത്തെ ആരാധിക്കേ. ദൈവം നിന്നെ ഇതുവരെ സൂക്ഷിച്ചു. കാലന്റെ വീഴ്ചയിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്നും വിടുവിച്ചു. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ ഭദ്രമായി കാത്തു. ഞായറാഴ്ച 2 ബുക്കും 2 വേനായിട്ട് വന്ന് 4 കളിച്ച് ഫിക്സഡ് കസാര കയറ്റി കാലും വെച്ച് തള്ളവല്ലും മറപ്പിക്കാൻ നിന്നെ അടിച്ചില്ല. ദൈവം ഇളക്കും. നീ അവസാനം മെഡിക്കൽ കോളേജ് കിടന്ന് കണ്ടവാൻ ആരാധിക്കുക. തരുന്ന അവസരം ഒന്നും നഷ്ടപ്പെടുത്തരുതെന്ന്. സത്യാചാര്യന് മുമ്പിൽ നൃത്തം സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുമോ തപ്പാടു കിന്നരങ്ങൾ വായിപ്പി. ഓ കൈതാളനാദമത്രേ സത്യ മുഴങ്ങിടട്ടെ സാത്താൻ നടുങ്ങിടട്ടെ ഹോശന്ന. ഓ കൈതാളനാദമത്രേ സത്യ മുഴങ്ങിടട്ടെ സാത്താൻ നടുങ്ങിടട്ടെ ഹോശന്ന. ഓ തുല്യമില്ലാത്ത തന്റെ വീര്യം ദിവാട്ടി ഭൂലോകമെങ്ങും ഓടി പാടിയിടി. തുല്യമില്ലാത്ത തന്റെ വീരപ്രവൃത്തി ഭൂലോകമെങ്ങും ഓടി പാടിയിടി. ഓ കല്ലോലമാലയോട്ട് സൊല്ലാസാമി ഭുവനം തുള്ളി കളിച്ചിടും മറന്നാടും. ഓ കല്ലോലമാലയോട്ട് സൊല്ലാസാമി ഭുവനം തുള്ളി കളിച്ചിടും മറന്നാടും. ഓ യാഗ സ്തുതിപ്പിനവൻ മന്ദിരത്തിലാഗ്വാനം ചെയ്തു നൂതി ഘോഷിപ്പി. യാഗ സ്തുതിപ്പിനവൻ ഓ യാഗ സ്തുതിപ്പിനവൻ ശുദ്ധ മന്ദിരത്തിലാഗ്വാനം ചെയ്തു നൂതി ഘോഷിപ്പി. ഓ വൈകായ സംവിധാന ഭംഗി പരിഗണിച്ച് മഹേശ്വര സ്തുതികൾ. ഓ വൈകായ സംവിധാന ഭംഗി പരിഗണിച്ച് മഹേശ്വരന് സ്തുതി ഘോഷിപ്പി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ ഈ ഞായറാഴ്ച വന്ന് എന്തിക്കോസുകാരോടാ നീ ഉമ്മാ അവയ്ക്കകത്ത് വന്ന് ഒരു കസാര കയറി പൊടുന്നതോടി ഇരിക്കുമ്പോൾ ഇരിക്കാതെ ഇരുന്നോ കസാരയിൽ. അതിനൊന്നും എതിരില്ല. പക്ഷെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നന്നായിട്ട് ആരാധിക്കണം. ചെല്ല് പറയാറുണ്ടോ അപ്പച്ചനായതുകൊണ്ട് കയ്യൊന്ന് അപ്പച്ചൻ ഇത് കഴിഞ്ഞാൽ തീറ്റയൊന്ന് വെച്ച് കൊടുത്തേ. മുള്ളു പൊളിക്കേണ്ടത് മുള്ളു പൊളിച്ച്, ചീയമ്പേണ്ടത് ചീമ്പി, ചപ്പേണ്ടത് ചാപ്പി. അതിന് നല്ല വിരുദ അപ്പച്ചന്. ചിക്കൻ്റെ കാലെ പിടിച്ച് കടിച്ചൊന്ന് കുടഞ്ഞ് അരിപ്പച്ചൻ ഇച്ചിരി കഴിഞ്ഞേ നിർത്തുന്നുള്ളൂ. വെള്ളം ആ വെള്ളം എന്താ? എടാ ഞായറാഴ്ച നീ സഭയെ വന്ന് ആരാധിക്കണം. എരുമേലി പേട്ട തുള്ളുമ്പോ നീ പോയെന്ന് കണ്ട് അതുങ്ങൾ തുള്ളുന്നത് എങ്ങനെയാന്ന്? നീ ഇങ്ങനെ വന്ന് ഒന്ന് വിറച്ചു വെട്ടുവാദം വന്ന ഓടിയിരിക്കും.
എന്തിനാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചതാ. നീ സഭയെ വരുന്നത് ആള് കളിക്കാനല്ല, ഭദ്രമായി കാത്ത ദൈവത്തെ മഹത്വപ്പെടുത്താനാ. യാക്കോബിനെ പറ്റി 147 വയസ്സുള്ള യാക്കോബിനെ പറ്റി ഉൽപ്പത്തി പുസ്തകമൊക്കെ ചേർത്ത് പഠിച്ചാൽ തൻ്റെ കൊച്ചുമക്കളെ രണ്ടും കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു. മനശയെ എബ്രഹീമിനെ മനശയ്ക്ക് മുമ്പനാക്കി കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു. വായു കൊണ്ടെന്നാന്നോ? എന്താ എഴുതിയേക്കുന്നേ? അല്ല, യാക്കോബ് കൊച്ചുമക്കളെ അനുഗ്രഹിച്ചു വായു കൊണ്ടെന്നാന്നോന്ന്. 147 വയസ്സുണ്ട് യാക്കോബിന്. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല കേട്ടോ. 147 കൊച്ചുമക്കളെ കൈ ഇങ്ങനെ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചേട്ട മൂപ്പില ഊർത്ത ശ്വാസം വലിച്ചെന്നല്ല. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇന്നും നാളെയും തപ്പി ഊപ്പാട് വന്നാൽ കാണുകയല്ല. നിങ്ങൾ എബ്രായ ലേഖനം 11:17 മുതൽ വായിച്ചേ. പെട്ടെന്ന് വായിരു, നേരം പോകുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ 21 വായിച്ചോ. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ 147 വയസ്സ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചേച്ച് വായു കൊണ്ടെന്നും ഊർദ്ധശ്വാസം വലിച്ചെന്നും അങ്ങനെ പോയെന്നല്ല, അനുഗ്രഹിച്ച് തന്റെ വടിയുടെ അറ്റത്ത് ചേരിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചെന്നാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഭയ്ക്കകത്തിരിക്കുന്ന പ്രായമുള്ളവരോട് പറയാ, തീരെ അവസരം നമുക്കറിയാമല്ലോ. അവസരം എല്ലായിടത്തും അവസരമായിരിക്കണം. കഴിക്കുമ്പോഴും അവസരമായിരിക്കണം, ടൂർ പോകുമ്പോഴും അവസരമായിരിക്കണം, സംസാരിക്കുമ്പോഴും അവസരമായിരിക്കണം, കല്യാണത്തിന് പോകുമ്പോഴും എന്നൊക്കെ ഞായറാഴ്ച വരുമ്പോഴേ ഉള്ള ആവശ്യത അല്ലയോ. അതിരുതർക്കം വരുമ്പോഴും ആവശ്യതയായിരിക്കണം. നടക്കാൻ മേല അതിലേ പോയി. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ലെന്ന് 147 വയസ്സുള്ള യാക്കോബ് കൊച്ചുമക്കളാകുന്ന മനശ്ശെയെയും എബ്രാഹിമിനെയും അമ്മച്ചിക്ക് ആവശ്യതയാ. അമ്മച്ചി മരുമകളോട് വടക്കുണ്ടാക്കാൻ എടുത്തു കുത്തി എന്തുവാടി എന്ന് വെച്ച് നേരെ സഭ വരുമ്പോൾ മാത്രം തള്ളക്ക് നൈറ്റി. ഇപ്പൊ നൈറ്റി ആണല്ലോ, എന്തോ വാടി, അതിന് നല്ല വിരുദാണല്ലോ. ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ ബാധ മാറും. ആരാധനയിൽ ബാധ മാറുമെന്ന്. ഇപ്പോഴത്തെ പെന്തിക്കോസിന്റെ ആരാധനയിലൊന്നും ബാധ മാറുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും. കാരണം എല്ലാവരും ഇങ്ങനെ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പാണ്ട് ഇങ്ങനെ നിൽക്കുക. പണ്ടത്തെ പെന്തിക്കോസ് അനുഭവിച്ചവരുണ്ട്. സഭായത്തിന് അങ്ങോട്ട് വന്ന് മുഴങ്കാലയിലായിരിക്കുന്നത്, ഞാനും കുറ്റക്കാരനാ, മുഴങ്കാലയിലായിരിക്കുന്നത്. തമ്പേറൊക്കെ ഉള്ളൂ, ഇത്ര ഇടിപിടി ഒന്നുമില്ല. അതൊക്കെ ഇപ്പം ഇറങ്ങിയതല്ലയോ. ആ തമ്പേറുമൊക്കെ അങ്ങോട്ട് അടിച്ച് പഴയ അമ്മച്ചിമാരെയൊക്കെ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. ഗ്ലോറിയൊക്കെ പറഞ്ഞ് മുഴങ്കാൽ നാടിച്ച് ആരാധിച്ച് മറുഭാഷ പറഞ്ഞ് ആരാധിച്ചാൽ സകല കെട്ടും പൊട്ടും. മെഡിക്കൽ കോളേജുകാർ ഉപേക്ഷിച്ച കേസുകളൊക്കെ പെന്തിക്കോസ് ആരാധനയിൽ എഴുന്നേറ്റ് നൃത്തം ചെയ്തിട്ടുണ്ട്. പാമ്പ് കടിയേറ്റ പലരും മൂർഖം കൊത്തിയ അമ്മമാരെ അറിയുക, ഒരു മരുന്നുമെടുത്തില്ല, ആരാധനയിൽ വിടുതൽ കിട്ടി. ക്യാൻസർ വന്ന്, പണ്ടൊക്കെ ക്യാൻസർ എന്നല്ല പഴയ അപ്പച്ചന്മാർ എന്തുവാ ഒരു ഭാഷ ഉണ്ടല്ലോ, ക്യാൻസർ എന്നല്ല പറയുന്നത്. കൊച്ചുണ്ണിച്ച പഴയ ഭാഷ എന്തുവാ? അർബുദമൊക്കെ പുതിയതാ തള്ളേ. പഴയ ഒരു ഭാഷ ഉണ്ട്, കവളുവാർപ്പ്. ഓണച്ചാന്തിയെ കവളുവാർപ്പെന്നല്ലേ? എന്തുവാ അമ്മേ, ക്ലിയറായിട്ടൊന്ന് പറഞ്ഞാമേ. അത് ക്യാൻസറാന്ന്. അർബുദം ആയിക്കോട്ടെ, അത് നല്ല ഭാഷയാ, നല്ല ഭാഷയാ. എനിക്ക് ഭാഷ അത്ര നല്ലതല്ല. ക്യാൻസർ വന്ന ആൾക്കാര് പെന്തിക്കോസ് ആരാധനയിൽ വന്ന് എത്ര എണ്ണത്തിന് വിടുതൽ കിട്ടി. മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച് എത്ര എണ്ണം രക്ഷപ്പെട്ടു. അനുഭവിക്കുന്നവർ ഇവർ രാത്രി വിരിപ്പുണ്ട്. പേപ്പട്ട് കടിച്ചിട്ട് രക്ഷപ്പെട്ടവരില്ലേ, പട്ടികത്തു
പട്ടി കുറച്ച് കത്തു. പട്ടി കടിച്ച പാപ്പച്ചൻ ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുക. ഇതാ പെന്തിക്കോസ്. ഇപ്പോഴത്തെ ആരാധനാ രീതി ഒന്നുമല്ല. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും എന്നോട് തൃപ്തി വരികയല്ല. പണ്ടത്തെ രീതി അനുഭവിച്ചവരുണ്ട്. മുഴങ്കാലിന്മേലിരുന്ന് അയ്യോ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അനുഭവത്തിൽ ഒറ്റ പാട്ടേ പാടുവുള്ളൂ. അത് ആരാധന അങ്ങോട്ട് ശക്തിപ്പെടും. 66 പാട്ടൊന്നും പാടുകയല്ല. ഒറ്റ പാട്ട് പാടി അങ്ങോട്ട് മുഴങ്കാലിന്മേലിരുന്ന് ആരാധിച്ച് രോഗി സൗഖ്യമാകും. ഭൂതങ്ങൾ വിട്ടുമോ ശാസിക്കുമൊന്നും വേണ്ട, പോവുക. അതെഴുന്നേറ്റ് മുട്ടാനും നാടി. പണ്ട് ഞങ്ങളെല്ലാം കൂടെ ചോദിച്ചപ്പോൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പേര് പറഞ്ഞു, ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നയാളാ. അപ്പോൾ ഉദയം ചോദിച്ചു, നിനക്കെന്നാ ഇവിടെ കാര്യം? ദൈവമക്കൾ പോവാന്ന് അടിച്ചതല്ലി വീണ് പോയി. നാളെ ഇപ്പോഴും സുവിശേഷ വേല ചെയ്യുന്നു. ഇതാ പെന്തിക്കോസ് ആരാധനയിൽ വിടുതല. പെന്തിക്കോസ് ആരാധന വിടുതല. ഇപ്പൊ ആരാധനയെല്ലാം ചില ആൾക്കാർക്ക് അങ്ങ് പകുത്ത് കൊടുത്തിരിക്കുക. അവര് സ്തുതിച്ചാട്ടെ. ആര് സ്തുതിക്കാനാ? നിന്ന് സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ ശക്തിയോട്. ഒരു നല്ല കല്ലേലിയ അണ്ട് ചീത്ത കല്ലേലിയല്ല ഇവിടെ കിടക്കുക. അതിനീ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഉറക്കെ പറയാനായി പറയുന്നത്. ആര് പറയാനാ? ആരേക്കാനാ? എടാ പെന്തിക്കോസ് ആരാധന കൈയടിച്ച് ഏൽമനിറവ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മറുഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് ആരാധിച്ചാൽ ഒരു ബാറയും നിന്നെ തൊടുകയില്ല. ഭൂതങ്ങൾ വിട്ടുമാറും, രോഗികൾ സൗഖ്യമാകും, ബന്ധനസ്ഥര് വിടുതൽ പ്രാപിക്കും. ഇന്ന് രാത്രിയും ദൈവം ഇവിടെ രാത്രി വന്നിട്ടുണ്ട്. ആരാധനയിൽ വിടുതല. ദൈവമക്കളുടെ ആരാധന വിടുതല. ആഭിചാരം, മന്ത്രവാദ, ക്ഷുദ്രക്രിയകള് സകല കെട്ടും പൊട്ടു വന്ന് സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. നമ്മുടെ ബോറിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി അല്പസമയം ദൈവത്തെ ആരാധിക്കുക.